യും എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തുറക്കാത്ത വാതിൽ എന്ന ഒരു ധ്യാനകഥയിലൂടെ ഇന്നത്തെ സത്സംഗം തുടങ്ങാം. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് സാധന ചെയ്യുന്നൊരു സാധകൻ ധ്യാനഗുരുവിൻ്റെ അടുക്കലെത്തിയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഈശ്വരൻ്റെ വാതിൽ എനിക്കായിട്ട് എപ്പോഴാണ് തുറന്നു കിട്ടുക? അല്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് വേണ്ടി വാതിൽ എപ്പോഴാണ് തുറക്കുക? അപ്പം ഗുരു തിരിച്ചു ചോദിക്കും, നീ ആ വാതിൽ തുറക്കാനായിട്ട് കാത്തിരിക്കുകയാണോ? സാധകൻ വളരെ നാളത്തെ ഈ ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള സാധന ചെയ്ത് ഇതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈശ്വരൻ്റെ മുന്നിൽ വാതിൽ തുറക്കും എന്നുള്ളത് ഇങ്ങനെ പ്രതീക്ഷിച്ച് ആ ഒരു നിറഞ്ഞ മനസ്സോടെ ഇരിക്കുകയാണ്. ആ മനസ്സോടുകൂടി സാധകൻ പറയും, കാലങ്ങളോളം ആയിട്ട് ഞാൻ ഇതിനു വേണ്ടി ആ വാതിൽ തുറക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആ ഗുരു. ഗുരു തിരിച്ചു പറയും, എന്നാൽ നീ ഇനി ആ വാതിൽ തുറക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് കേട്ട് ധ്യാനസാധകന് വളരെ വിഷമമായി. അതിന് സാധകൻ ചോദിക്കും, അപ്പോൾ ഗുരു, ഈശ്വരൻ എന്നേക്കുമായിട്ട് ആ വാതിൽ എനിക്ക് മുന്നിൽ കൊട്ടി അടച്ചോ? ഇനി അത് തുറക്കില്ലേ? അപ്പം ധ്യാനഗുരു ചിരിച്ചുകൊണ്ട് പറയും, പ്രിയനെ, ചുമരോ മതിലോ ഇല്ലാത്തിടത്ത് എന്ത് വാതിൽ? ഇവിടെ രണ്ടുപേരില്ല, ചുമരും ഇല്ല, മതിലും ഇല്ല. രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനാണ് വാതിൽ? ഇത് കേട്ട് ധ്യാനസാധകൻ കണ്ണുകൾ മുറുക്കി അടച്ചു. 2 തുള്ളി കണ്ണുനീർ ആ സാധകൻ്റെ ആ സാധകൻ്റെ കണ്ണുകളിലൂടെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങി. ആ കണ്ണുനീർ ആ സാധകൻ്റെ ഉള്ളിലെ ആനന്ദത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഈ ധ്യാനകഥയുടെ തത്വം എന്ന് പറയുന്നത്, ഇല്ലാത്ത വാതിൽ നമ്മുടെ മനസ്സ് കൊട്ടി അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളും ഈശ്വരനും തമ്മിലുള്ള ദൂരമെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മളോടൊപ്പമാണ് ഈശ്വരൻ സദാ ഉള്ളത്. നമ്മുടെ ഹൃദയം തുറന്നിട്ടാൽ മാത്രം മതി. നമ്മുടെ ഹൃദയമാണ് തുറന്നിടേണ്ടത്. ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളറിയും. ഈ ഒരു ധ്യാനകഥ അവധൂജി നമുക്കായിട്ട് രചിച്ചത് നമ്മുടെ ഉള്ളിലെ അഹത്തെ കരിച്ച് ഈശ്വര തത്വം എന്താണ് എന്നുള്ള ഇത് ഗുരു പറഞ്ഞു തരുമ്പോൾ അതിനെ ആഴത്തിൽ മനസ്സിലാക്കി ബോധത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ധ്യാനകഥയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് പാലക്കാട് ജില്ലയിലെ തപോവരിഷ്ഠാശ്രമത്തിലാണ്. തഥാത മൈത്രേയജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ ജി. അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട്.
ഞാൻ ഈ ആശ്രമമായിട്ട് ബന്ധപ്പെടുന്നത് ഏകദേശം ഒരു 11 വയസ്സ് പ്രായമാകുമ്പോഴാണ്. അന്നൊന്നും അറിയില്ല. ഒരു സ്വാമിജി അവിടെയുണ്ട്. അവിടെ ഈ യോഗാസന പരിശീലനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിശീലനം തരുന്ന ആളുകളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് അന്ന്. അപ്പോൾ ശരീരത്തിനൊരു ആരോഗ്യം ഉണ്ടാവുക അത്രമാത്രം അറിയുള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഒരു 11ാമത്തെ വയസ്സിൽ ഇവിടെ വരുന്നത്. പിന്നെ അതിനുശേഷം 15-16 വയസ്സ് സമയമാണല്ലോ നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഈ രാഷ്ട്രസ്നേഹം, രാഷ്ട്രത്തെ സ്നേഹിക്കണം എന്നൊരു സമൂഹം, രാഷ്ട്രം, കുടുംബം അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നൊരു മാനസികാവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ രാഷ്ട്രസ്നേഹം ശരി തന്നെയാണ്, നമ്മൾ അതിനേക്കാളും അപ്പുറത്തൊരു വിശ്വസ്നേഹം നമുക്കുണ്ടാവണമല്ലോ. കാരണം രാഷ്ട്രം മാത്രമല്ലല്ലോ, വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, വിശ്വം, അങ്ങനെയാണല്ലോ ഇതിൻ്റെ വ്യാപ്തി കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വിശ്വത്തെ സ്നേഹിക്കാനുള്ളൊരു ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നേ അത്തരത്തിലുള്ളൊരു വിശാലമായൊരു ഇത് വരികയുള്ളൂ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അന്ന് പക്ഷെ അന്നും ഇതൊരു വികാരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കാരണം രാഷ്ട്രത്തെ സ്നേഹിക്കണം, അങ്ങനെ. പക്ഷെ വിശ്വസ്നേഹം നമുക്ക് വേണം, അത്തരത്തിലുള്ളൊരു വികാരപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിജി ഇത് പല രീതിയിലുള്ള മാർഗങ്ങളിലൂടെ, ആദ്യം യോഗ പരിശീലനം, ദെൻ അത് കഴിഞ്ഞിട്ട് ഭക്തിമാർഗം, പിന്നെ വൈദികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ, അങ്ങനെ പല രീതിയിലൂടെയും ഘട്ടം ഘട്ടമായിട്ട് കടന്നു വന്നിട്ടുണ്ട് ആ വിഷയങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ കുറേ വർഷം, എനിക്കൊരു 50 വയസ്സ് വരെയും അത്തരത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട്. അപ്പോൾ ഇതിലൂടെ എല്ലാം, അപ്പോൾ ഒന്നും അറിയില്ല, ഒരു മഹത് പുരുഷന് വേണ്ടി തൻ്റെ സമയവും തൻ്റെ എല്ലാം ചെലവഴിക്കുക എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടാണ്. അദ്ദേഹത്തിന് വേണ്ടി, അതാണല്ലോ ശ്രേഷ്ഠം, അതാണ് തൻ്റെ കടമ, തൻ്റെ കർത്തവ്യം എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ജീവിച്ചു വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ പല രീതിയിൽ സ്വാമിജി അത് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് പൂജ, യോഗമാർഗം, തൻ പൂജ സമ്പ്രദായങ്ങൾ, പിന്നെ വൈദിക സമ്പ്രദായങ്ങളിലൂടെ മുന്നോട്ട് വരികയെന്നു. അപ്പോൾ ഈ ഭഗവാൻ ശ്രീ ബുദ്ധനുമായിട്ട് അന്ന് സ്വാമിജി വളരെ കാര്യമായിട്ട് പറയാറുണ്ട്. ഭഗവാൻ ബുദ്ധനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മീയ കാഴ്ചപ്പാടും അദ്ദേഹം ലോകത്തോട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭാവന, ആത്മീയ സംഭാവന എന്ന് പറയല്ലേ. അപ്പോൾ അപ്പോഴും മനസ്സിൽ ഒന്നും അറിയില്ല, ബുദ്ധനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ജീവിച്ച് വരവെയാണ്. അപ്പോൾ ഞാൻ സ്വാമിജിയായിട്ട് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ ചെയ്യുന്നത് തൻ്റെ സ്വാമിജിയോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അച്ഛനും അമ്മയോട് താൻ ചെയ്യുന്ന കർത്തവ്യം, കടമയാണ്. ആ രീതി ആണ്. അപ്പോൾ പക്ഷേ ജീവിത ലക്ഷ്യവും ഇത് തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഞാനങ്ങനെ ബുദ്ധൻ്റെ കുറേ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബുദ്ധൻ ആനന്ദനോട് പറയുന്നു, അവസാനം അദ്ദേഹത്തിൻ്റെ പരിനിർവാണ സമയത്ത് പറയുന്നു, നീ നിനക്ക് വിളക്കായി തീരണം, അല്ലാതെ എന്നെ പരിചരിച്ചു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിന്നെ എവിടെ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ നിനക്ക് വിളക്കായി തീരണം. ആത്മദീപാഹ ആത്മശരണാഹ അനന്യശരണാഹ ധർമ്മദീപാഹ ഭവത. അവസാനമായി പറഞ്ഞത് തൻ്റെ മറ്റു ശിഷ്യന്മാരോടും ആനന്ദനോടും പറഞ്ഞതാണ്. അപ്പോൾ അതുവരെ ആനന്ദൻ ബുദ്ധൻ്റെ ദൈനംദിന കാര്യങ്ങളിലും പരിപൂർണമായി ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ എൻ്റെ ഉള്ളിലും അത് തന്നെയാണ്. കാരണം സ്വാമിജിയെ ശ്രദ്ധിക്കണം, അതാണല്ലോ ഏറ്റവും വലിയ ശ്രേഷ്ഠം. പക്ഷെ അത് നമ്മുടെ കടമയും കർത്തവ്യമാണ്. പക്ഷേ താൻ ഉദ്ദേശിച്ച ജീവിതവും ജീവിത ലക്ഷ്യത്തിന് താൻ തന്നെ പണിയെടുക്കാതെ നിവർത്തിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് ഒരു 50 വയസ്സിന് ശേഷമാണ്, 50, 51, 52 വയസ്സ് സമയം, അങ്ങനെയാണ് ബുദ്ധൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബുദ്ധൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് കൂടുതലായിട്ട് മനുഷ്യനായി ജനിച്ച് മനുഷ്യപുത്രനായി ജനിച്ച് ദൈവപുത്രനായിട്ട് മാറിയ ഒരു അദ്ദേഹത്തിൽ അദ്ദേഹം അങ്ങനെ ആയി മാറിയ ആ ഒരു ഇത് ഞാൻ പുസ്തകങ്ങളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലായി. കാരണം അതിൽ പല ഇതുകളും പറഞ്ഞിട്ടുണ്ട്. അന്ന് ബുദ്ധൻ വൈദിക സമ്പ്രദായത്തോടൊന്നും എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് 29ാമത്തെ വയസ്സിൽ, അതിനെക്കുറിച്ച് അറിയുന്നില്ല, 29ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങുന്നു. 35ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നു. അതിനു മുൻപ് അദ്ദേഹം മലാറാ കലാം, ബുദ്ധരാം, 2-3 ആത്മീയ ആചാര്യന്മാരുടെ കീഴിൽ ഈ ആധ്യാത്മിക സാധനയെല്ലാം അനുഷ്ഠിച്ചു വന്ന് അദ്ദേഹം ഒരു ഉദ്ധകരാമപുത്തൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച്, അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നുന്നു ഇതല്ല കാര്യം. ഇപ്പോൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്,
മറ്റു വിഷയങ്ങളെല്ലാം യോഗവിദ്യകൾ അഭ്യസിക്കുന്നുണ്ട്. പക്ഷേ ഇതല്ലല്ലോ സത്യം, ഇതിനുമപ്പുറത്തൊരു സത്യമുണ്ടെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടെ ബുദ്ധൻ അവിടെ നിന്ന് ഇറങ്ങുക. പല ഗുരുക്കന്മാരിൽ നിന്നും ഇറങ്ങുന്നു. ഗുരുക്കന്മാർ ബുദ്ധനോട് പറയുന്നു, നീ ഇവിടുത്തെ മഠാധിപതിയാവണം. കാരണം ബുദ്ധനിലൊരു പ്രത്യേകത ആ ഗുരുക്കന്മാർ കാണുന്നു, നീ ഇവിടുത്തെ മഠാധിപതിയാവണം എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ ബുദ്ധൻ്റെ മനസാക്ഷി എന്ന് പറയുന്നു ഇതല്ലല്ലോ സത്യമെന്ന്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ ബുദ്ധന്റെ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ 5 ശിഷ്യന്മാർ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പഞ്ചവർഗീയ ഭിക്ഷുക്കൾ എന്നറിയപ്പെടുന്ന 5 ശിഷ്യന്മാരായ പിൽക്കാലത്ത്, പക്ഷെ അന്ന് ഒന്നും ആയിട്ടില്ലല്ലോ, സിദ്ധാർത്ഥനാണ്, ഗൗതമ ബുദ്ധൻ ആയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ 5 ആൾക്ക് തോന്നുകയാണ് ഈ ഗുരുവിനേക്കാളും എന്തോ ഒരു പ്രത്യേകത ഈ ഗൗതമ സിദ്ധാർത്ഥനിൽ കാണുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇറങ്ങിയ വഴിക്ക് തന്നെ ആ 5 ശിഷ്യന്മാരും ഇറങ്ങണം. അങ്ങനെയാണ് ഒരു അവിടെ എന്ന് വെച്ചാൽ ഇന്നത്തെ ബുദ്ധഗയ അവിടെ നിരന്തരമായ തപസ് അനുഷ്ഠിക്കുക. അന്ന് എന്താ പറയുക, ഉപാസന എന്ന് വെച്ചാൽ അന്നപാനാദികളില്ലാതെ സാധന ചെയ്തെങ്കിൽ മാത്രമേ താൻ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്ന്. അപ്പോൾ അത് നിരന്തരമായി സാധന സമയത്താണ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ശരീരം വളരെ ശോഷിച്ച് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം അങ്ങനെ വെള്ളം കുടിക്കാനോ എന്തായിട്ട് നദീക്കരയിലേക്ക് വരുമ്പോൾ ഒരു സുജാത പറഞ്ഞ പെൺകുട്ടി എന്നുവെച്ചാൽ ആൾ ബോധം കെട്ട് വീഴുന്നു. അപ്പോൾ കൂടുതൽ കഥ പറയുന്നില്ല. സുജാത കൊടുത്ത പാൽപ്പായസം വനദേവതയെ പൂജിക്കാനായി കൊണ്ടുവന്ന ആ പ്രസാദം ഭക്ഷിച്ചിട്ടാണ് അദ്ദേഹത്തിന് ബോധം വരുന്നത്. പക്ഷേ ശിഷ്യന്മാർ മുഴുവൻ അദ്ദേഹം തൻ്റെ നിഷ്ഠ വിഫലപ്പെടുത്തി ഒരു സ്ത്രീയിൽ മോഹിച്ചു എന്ന് പറഞ്ഞ് അവർ 5 പേര് ഇറങ്ങിപ്പോവുകയാണ്. ഒരു അവിടെ നിന്ന് നിരന്തരമായിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം ഒരു മധ്യമ മാർഗം, തൻ്റെ ശരീരം കുറച്ചുകൂടെ മെച്ചപ്പെട്ട ശേഷം അദ്ദേഹം ഇരുന്ന് തപസ് ചെയ്യണം. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു, അപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കഠിനമായ സാധനങ്ങൾ, അപ്പോൾ ശരീരത്തെ കൂടുതലായിട്ട് എന്താ പറയുക, ഒരുപാട് ഇതാക്കാൻ പാടില്ല, എൻ്റെ വാക്ക് പീഡിപ്പിക്കാൻ, അത് മാറ്റി എടുക്കണം. പീഡിപ്പിക്കാൻ പാടില്ല, പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുപോലെ അപ്പോൾ കൂടുതൽ ഭക്ഷിക്കുന്നവനും പറ്റില്ല, തീരെ ഭക്ഷിക്കാതിരുന്നിട്ടും പറ്റില്ല, ഇരുന്നിട്ട് ഇത് നേടാൻ കഴിയില്ല. അങ്ങനെയാണ് മധ്യമ മാർഗത്തിലൂടെ അദ്ദേഹം ഈ ഒരു ബോധോദയത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ്. എന്നിട്ട് 35-ാമത്തെ വയസ്സിൽ ബോധോദയം ഉണ്ടാകുകയും 45 കൊല്ലം അദ്ദേഹം ചെറ്റക്കുടലിൽ കയറി ഈ ധർമ്മം ഉപദേശിക്കുകയും ചെയ്ത്. അപ്പോൾ ഈ കഥകൾ വായിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു എന്തൊരു അട്രാക്ഷൻ ബുദ്ധനോട് തോന്നുന്നു. അങ്ങനെയാണ് അപ്പോൾ ധ്യാനമാർഗത്തിൽ കൂടുതൽ തൻ്റെ ശരീരത്തെ തൻ്റെ മനസ്സിനെയും പരിപക്വപ്പെടുത്തി താൻ തന്നെ ഈ ലക്ഷ്യത്തിലേക്ക് അവനവൻ തന്നെ പരിശ്രമിക്കണം എന്നൊരു കൺസെപ്റ്റിൽ ഞാൻ ഏകദേശം ഒരു 50 വയസ്സ് 52 വയസ്സാകുമ്പോഴാണ് തോന്നുന്നത്. അതുവരെ നാം ചെയ്ത കർത്തവ്യം അത് തന്നെയാണ്. ഒരു മഹത് പുരുഷന് വേണ്ടി തൻ്റെ ജീവിതവും തൻ്റെ സമയവും ചെലവഴിക്കുക, അതും ശരി തന്നെയാണ്. പക്ഷേ അപ്പോൾ ഇത് വായിക്കുമ്പോഴാണ് അറിയുന്നത് അത് കടമയും കർത്തവ്യമാണ്. പറ്റും നിൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അത് നീ തന്നെ നേടേണ്ടതാണ് എന്ന് ബുദ്ധൻ പറയുന്ന വചനങ്ങളിൽ നിന്നും നമുക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനുള്ളൊരു ഇത് വരികയും അങ്ങനെ ഈ ധ്യാനത്തിലാണ് തൻ്റെ പരിവർത്തനം കാര്യമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ ബുദ്ധൻ്റെ ധ്യാന രീതികളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. അപ്പോൾ അതിലൊന്നും പറയുന്നില്ല, നമ്മുടെ വിചാരങ്ങളാണ് നമ്മളെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാമം വരുമ്പോഴും ക്രോധം വരുമ്പോഴും ഭയം വരുമ്പോഴും നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഗതി ദ്രുതമാകുന്നു എങ്കിൽ വിചാരങ്ങൾക്ക് ശ്വാസവുമായി ബന്ധമുണ്ട് എന്ന് വളരെ വ്യക്തമായി വളരെ ക്ലിയറാണ് ആ ഒരു ചിത്രം. അപ്പോൾ സച്ചിന്തയിൽ നിന്നും സത്പ്രവൃത്തി, സത്പ്രവൃത്തിയിൽ നിന്നും സമാധാനം, ദുഷ്ചിന്തയിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അസമാധാനം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ വ്യക്തമാണ്, വളരെ സിമ്പിളാണ്. അതിൽ എന്ത് പ്രമാണങ്ങൾ പഠിച്ചാലും പ്രായോഗികത ഇല്ലെങ്കിൽ, അപ്പോൾ ഞാൻ ഈ ആശ്രമങ്ങളിൽ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള ധ്യാന രീതി വിചാരങ്ങളിൽ നമ്മൾ അതിനെ സമഭാവനയോട് കാണാൻ കഴിയുക. അതുപോലത്തെ അതാണ് മധ്യമ മാർഗം. ദുഃഖത്തിൽ ദുഃഖിക്കരുത്, സന്തോഷത്തിൽ സന്തോഷിക്കുമരുത്. ഇതിനെ നോക്കിക്കാണാനുള്ള നിരീക്ഷിക്കാനുള്ള മാനസികാവസ്ഥയാണ് ആധ്യാത്മികം. അതിപ്പോൾ ഈശാവാസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുർവൻ വേഹ കർമാണി ജിജീവിശേഷതം സമാഹ ഏവം തൊയ്യ നാന്യതേ തോസ്തീന കർമ്മലിപ്യതേനരെ. കർമ്മത്തിൽ ബന്ധനസ്ഥനായിട്ട് ജീവിക്കരുത്, അതിനെ നിരീക്ഷിക്കുക. അതന്നെ താമരയിലെ തണ്ണീർ പോൽ സിദ്ധന്മാരുടെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഒട്ടരുത്. ഇതിനെല്ലാറ്റിനെയും സമഭാവനയോടുകൂടി ജീവിച്ചുകൊണ്ട് നീ
10,000 വർഷങ്ങൾ അല്ല 100 സംവത്സരങ്ങൾ ജീവിക്കാൻ അഭിലഷിക്കണമെന്ന്. അപ്പോൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞതും അതാണ്. പക്ഷേ ഇത് അവിടെ എത്തണമെങ്കിൽ പ്രമാണങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ടാവില്ലല്ലോ, അതിൻ്റെ പ്രായോഗികത കൂടി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ധ്യാനത്തിനോട് കൂടുതലായിട്ട് ഇപ്പോൾ കുറേ ധ്യാന രീതികളാണ് നല്ലതെന്ന്, മനുഷ്യൻ്റെ പരിവർത്തനത്തിന് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു സമ്പ്രദായത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും സാധനാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും വൈദികമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലുപരി ഗുരുസേവയും അതിനോടൊപ്പം ചെയ്ത് തന്നെ മുന്നോട്ട് വന്നു. പിന്നെയാണ് ഒരു മാറ്റം, നമ്മൾ പരിണാമം വേണമെന്നുള്ളൊരു ചിന്തയും വന്നു. ആ ഒരു ഘട്ടവും കടന്നു പോവുകയാണ്. അപ്പം ഇതെല്ലാം തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം അങ്ങേ ഏത് രീതിയിലാണ് സ്വാധീനിച്ചതെന്ന് കൂടി അറിയാൻ താല്പര്യം. നമ്മൾ യോഗാസന പ്രാക്ടീസ് സമയത്ത് അന്നൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ 11 വയസ്സാൻ പറഞ്ഞല്ലോ, ആ സമയത്തൊന്നും അറിയുന്നില്ല. നമ്മൾ മത്സ്യാംശം കഴിക്കാൻ പാടില്ല, അങ്ങനെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളൊരു തോന്നലാണ്, കുട്ടിക്കാലമല്ലേ, അപ്പോൾ അതേ ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെ ആ യോഗമാർഗം യോഗമാർഗം എന്ന് പറയുന്നത് യോഗ സാധനങ്ങളൊന്നും അന്ന് അന്വേഷിച്ചില്ല. യോഗാസനം യോഗമാർഗമല്ലല്ലോ. അപ്പോൾ യോഗാസനം ചെയ്യുന്നതുകൊണ്ട് മാത്രം യോഗമാർഗത്തിൽ എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്തു എന്ന് പറയാനും കഴിയില്ല. അപ്പോൾ അതിനുശേഷം ഈ ഭക്തി ഒരു ദീക്ഷാ സമ്പ്രദായം ഉണ്ടായിരുന്നു സ്വാമിജിയുടെ. നമ്മുടെ എന്താ പറയുക, ഊർധ്വപ്രാണനെ ഉണർത്തിക്കൊണ്ടുള്ളൊരു സാധനാ പദ്ധതി. അത് നമുക്കൊരു 15-16 വയസ്സിലാണ് തോന്നുന്നത് എനിക്ക് ലഭിച്ചത് സ്വാമിജിയിൽ നിന്നിട്ട്. അപ്പോഴും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്വാമിജിയെ നോക്കണം, പിന്നെ അങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പോൾ അത് ചെയ്തു വന്നു. ആ സമയത്ത് ഭക്തിമാർഗത്തിലൂടെയും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പല ദർശനങ്ങളുണ്ടായ സമയമുണ്ടായിരുന്നു സ്വാമിജിയുടെ സമയത്ത്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അതെന്താണെന്നോ അറിയാം. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മുതിർന്ന ആളുകൾ പറയുമ്പോൾ ഉണ്ടാവാം, സത്യം അതിലുണ്ടാവാം എന്നേ ധരിക്കുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് യഥാർത്ഥമായ ധാരണകളില്ല, ഒന്നുമില്ല. ആയിരിക്കാം, ആണേലും നല്ലത്, അല്ലെങ്കിലും നല്ലത്, നമുക്കത് വിഷയമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കർത്തവ്യം കടമയും ചെയ്തോട്ട് പോകുക എന്നുള്ളത് മാത്രം. അപ്പോൾ ഭക്തി വിഷയത്തിൽ അന്ന് ഇവിടെ പാരായണങ്ങളും ഒരു ദേവി മഹാത്മ്യ പാരായണങ്ങളും പൂജകളും ഒക്കെ നടന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ദർശനങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇന്നതിനായിരുന്നു എന്നൊക്കെ പറയും. അപ്പോഴും നമുക്ക് ഒന്നും അറിയില്ല. നല്ല കാര്യമാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ആനന്ദ നൃത്തം ചെയ്യുക, വളരെ പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോഴും അതിലൊരു സന്തോഷവും ഒരു രാഗം കഴിഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കുറേ കഴിഞ്ഞ് അപ്പോൾ പിന്നീട് ഒരു ആദർശ രൂപീകരണം നടക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ മാത്രമല്ല, ഒരു ആദർശ രൂപപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാരനാഥ് ബുദ്ധ സാരനാഥ് അറിയില്ല, അവിടെ വെച്ചിട്ടൊരു സന്യാസ സമ്പ്രദായം തുടങ്ങാൻ വേണ്ടി കുറച്ച് പേര് സ്വാമിജി ഒരുവിധം പക്വതയുള്ള ആളുകളെ വെച്ചിട്ടൊരു സന്യാസ സമ്പ്രദായം അവിടെ നിന്ന് തുടങ്ങിയിരുന്നു. സാരനാഥിൽ വെച്ചിട്ടാണ്. 1991 തോന്നുന്നു. അപ്പോഴും എനിക്കൊന്നും അറിയില്ല. സ്വാമിജിയോട് പോകുന്നു അങ്ങനെ. പക്ഷേ അന്നൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു ആദർശ രൂപീകരണമാണ്. ആദർശത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം വേണം, അല്ല നമ്മൾ ഇങ്ങനെ പോയതുകൊണ്ട് കാര്യമാവില്ല എന്നൊരു ഉള്ളിൽ. പക്ഷേ അതെങ്ങനെ പോകണമെന്ന് ഒന്നും അറിയുന്നില്ല. അപ്പോൾ ബുദ്ധൻ്റെ സാരനാഥിൽ വെച്ച് തുടങ്ങും. ബുദ്ധൻ പറഞ്ഞ വിഷയങ്ങളൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേരിലൊരു അടിസ്ഥാന ആദർശം, ധർമ്മസൂത്രം എന്ന പേരിലൊരു തത്വസംഹിതയൊക്കെ എഴുതി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇതിൻ്റെ പ്രായോഗികമായ ജീവിതം ആരംഭിക്കാതെ നമ്മളിത് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമാവില്ല, ഇങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷേ അതിനുള്ള പക്വതയായിട്ടുള്ള ആളുകളും വരണമല്ലോ, എന്നാലേ അത് പ്രായോഗികമാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ബുദ്ധൻ്റെ വിഷയത്തിൽ ഞാൻ പല ആളുകളെ നോക്കുമ്പോൾ ഇതാണ് ആദർശത്തിൽ ജീവിക്കുക. അതിൽ ബുദ്ധൻ്റെ കാര്യത്തിൽ പഞ്ചശീലങ്ങളുണ്ട്, ദശശീലങ്ങളുണ്ട്, 250 നിയമങ്ങളുണ്ട്. അതിനൊരു അടുക്കും ചിട്ടയായിട്ടുള്ളൊരു ക്രോഡീകരണം. ശീലങ്ങൾ പാലിക്കുക, കൊല്ലരുത്, മോഷ്ടിക്കരുത്, സെക്ഷൽ മിസ്കണ്ടക്റ്റ് പാടില്ല. അങ്ങനെ ഒരു 5 ശീലങ്ങളും ദശശീലങ്ങളിൽ പെട്ടത് വീണ്ടും ഭിക്ഷുക്കൾക്കുള്ള, അത് കുറച്ചുകൂടെ തീവ്രമാണ്. അപ്പോൾ പിന്നെ 250 നിയമങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടി ക്രോഡീകരിച്ചിട്ടാണ് ഒരു വ്യക്തിയെ
പരിവർത്തനം വരുത്തുന്ന ഇത്. അപ്പോൾ അവൻ്റെ ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശീലങ്ങൾ ആവശ്യമാണ്. ശീലങ്ങളില്ലാതെ നിയമങ്ങളിലൊക്കെ തെറ്റ് വരുത്താം. ചിലപ്പോൾ ഞാൻ വസ്ത്രം ധരിക്കേണ്ടത് ഇങ്ങനെയാണ്, അതിന് പകരം ഇങ്ങനെ ഇട്ടു, അതൊന്നൊരു വിഷയമല്ല, അതൊക്കെ മാറ്റും. പക്ഷേ ശീലങ്ങളിൽ മാറ്റം വന്നാൽ നമ്മുടെ ആത്മീയതയിലേക്ക് വളരെ കുറവ് വരും. അപ്പോൾ അത് ഇപ്പോൾ കൊല്ലരുത്, നുണ പറയരുത്, സെക്ഷൽ മിസ്കണ്ടക്റ്റ് പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ആ വിഷയങ്ങളിലെങ്കിലും അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ അപ്പോൾ അതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ചിട്ട നമുക്ക് വേണമെന്ന് അന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ആളുകളും സംരംഭങ്ങളും കളവൊരുങ്ങാത്ത കാരണം അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു ആദർശത്തോടെ ജീവിക്കണം എന്നാൽ അപ്പോൾ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ അവിടെ വെച്ചിട്ട് അപ്പോൾ സന്യാസ സമ്പ്രദായം എല്ലാം ഇവിടെ നിന്നുണ്ടായെങ്കിലും അപ്പോൾ ഇതുപോലെ ഈ ക്രോഡീകരണം ഇതുപോലെ കറക്റ്റ് ചെയ്യാനുള്ള ആളുകളും അതില്ലാത്തത് കൊണ്ട് അതിൻ്റെ എല്ലാം കുറവുകൾ. അപ്പോൾ നമ്മൾ ഈ കുറവുകളിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഉള്ളിലുണ്ട് ഇതാണ് വേണ്ടതെന്ന്, പക്ഷേ അതൊന്നും ആവുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തീവ്രമായൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആദർശ രൂപീകരണം കഴിഞ്ഞു. പിന്നെ വേദസമ്പ്രദായത്തിലും അതുപോലെ വൈദിക അവിടെ നമ്മൾ സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം, ആ വിഷയങ്ങളിൽ കൂടുതലായിട്ട് ഇതൊക്കെയാണേലും നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ബാഹ്യമായിട്ടുള്ളൊരു ചെറിയ മാറ്റങ്ങളെ നടക്കുന്നുള്ളൂ. ആന്തരിക പരിവർത്തനത്തിന് ഇതൊന്നും അല്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക്. അങ്ങനെയാണ് ഞാൻ ഈ ബുദ്ധൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ആന്തരിക പരിവർത്തനം അത് ഉള്ളിലോട്ട് ഇറങ്ങി ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കില്ലേ, തിരിച്ചറിവുണ്ടാവുകയാണ്. കാരണം താൻ എന്തിനു വേണ്ടി ഉദ്ദേശപൂർണ്ണമാണ് ജീവിതം, എന്താണ് ഉദ്ദേശം, അതിനനുസരിച്ച് ജീവിക്കാൻ ഉള്ള അവിടെ തിരിച്ചറിവാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതാണ് സത്യത്തിൽ നേടേണ്ടത് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നതും അങ്ങനെയാണ് ഈ ധ്യാനത്തിലേക്ക് വീണ്ടും അങ്ങനെ വരാനുള്ള കാരണം. മറ്റതൊക്കെ ബാഹ്യമായിട്ടുള്ളപ്പോൾ ഭജന പാടുന്നു നമ്മൾ, അപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഉള്ളിലുള്ള ആ ചിന്തകളും ഇതെല്ലാം നമ്മൾ അരട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ക്ഷേത്രദർശനം ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നു, അപ്പോൾ ഒരു സമാധാനം. അപ്പോൾ അത് ഉപരിതല മണ്ഡലത്തിൽ മാത്രം ഒരു ചെറിയൊരു മാറ്റവും, പക്ഷെ ആന്തരികമായിട്ട് യഥാർത്ഥമായുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അത് എൻ്റെ അനുഭവം കേട്ടോ. ഇനി ഒരാളുടെ അനുഭവം അതാവണമെന്ന് ഒരിക്കലുമില്ല. കാരണം ഒരാൾക്ക് വേറൊരു അനുഭവമായിരിക്കും. ഞാൻ എൻ്റെ അനുഭവം ചോദിച്ചതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുൻപ് വരെയും അതിലൊന്നും കൂടുതലായി ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ കുറച്ച് കൂടുതലായി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ ഒരു മാർഗത്തിലേക്ക് കൂടുതൽ ധ്യാനമാണ് ഏറ്റവും ഉചിതം ആധ്യാത്മിക വളർച്ചയ്ക്കെന്ന് തോന്നുന്നു. പക്ഷെ അത് ശരിയായ ധ്യാനം എന്നൊരു സംഭവം കൂടിയുണ്ട്. പലതരത്തിൽ പല ധ്യാനങ്ങളുണ്ടാവും. ബുദ്ധൻ ശരിയായ ധ്യാനം ശരിയായ ധ്യാനം, പലതരത്തിലുള്ള ധ്യാന കോൺസെൻട്രേറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ധ്യാനം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ. സ്വയം നിരീക്ഷണം, സമത കൈവരിക്കുക എന്നുള്ളത്. കാരണം ദുഃഖം വരുമ്പോൾ കിടന്ന് ദുഃഖിക്കലുമില്ല, സന്തോഷിക്കുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നിരീക്ഷിക്കെ ഇവൻ്റെ ഈ വികാരങ്ങളുടെ തള്ളിച്ചക്കം കുറഞ്ഞ് വന്ന് താനൊരു പരിശുദ്ധനായി പ്യൂരിറ്റിയാണല്ലോ മനുഷ്യന് വരേണ്ടത്. താൻ ദൈവത്തോട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ പരിശുദ്ധനായി തീരണം. പരിശുദ്ധനായി തീരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് അടുക്കുന്നത്. നമ്മൾ രാവിലെ ഞാൻ 3 മണിക്കൂർ ഞാൻ ഇന്ന നാമം ജപിക്കാറുണ്ട്, ഇന്ന ഇത് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. തൻ്റെ ലൈഫുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി നോക്കണം. അതാണ് ബുദ്ധൻ പറഞ്ഞത്, ധർമ്മമാണ് ദൈവം, സത്യമാണ് ദൈവം. നീ ജീവിക്കുന്ന ജീവിതം തന്നെയാണ് ദൈവത്തിലേക്കുള്ള യാത്ര. അല്ലാതെ വേറൊരു ദൈവം നമ്മളെ ഒരു ഭാഗത്ത് നമുക്ക് ഒഴുകി വരാനൊന്നുമില്ല എന്ന് അത് ബുദ്ധൻ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യമായ വിഷയമാണ് പറഞ്ഞത്. വിശ്വാസം എന്നൊരു വിഷയത്തിൽ വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കാം, ഗുരുവിനെ വിശ്വസിക്കാം, അതിൽ അവിശ്വാസവും കിടപ്പുണ്ട്. കുറച്ച് കാലം വരെ ഗുരു നന്നായിരുന്നു പറഞ്ഞു ശരിയല്ല, നമ്മൾ ശരിയല്ല എന്ന് പറയും. അപ്പം എന്താ സംഭവിച്ചാൽ അവിടെ വിശ്വാസമുണ്ട്, അവിശ്വാസമുണ്ട്. ഗുരുവിൻ്റെ കാര്യത്തിലും ദൈവത്തിൻ്റെ കാര്യത്തിലും ഞാൻ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നു, കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു, പിന്നെ നടക്കാതെ ആകുമ്പോൾ ശരിയല്ലല്ലോ വെറുതെ. അപ്പോൾ അവിടെ വിശ്വാസവും അവിശ്വാസവും അതിൽ അന്തർലീനമാണ്. അപ്പോൾ അതുകൊണ്ട് അതല്ല ഇവിടെ പ്രധാനം. ബുദ്ധൻ അത് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ സത്യത്തിൽ നിഷ്ഠയാണ് പ്രധാനം, ശ്രദ്ധയും നിഷ്ഠയുമാണ് ഇവിടെ. അതവിടെ ഇരിക്കട്ടെ. വിശ്വാസവും ഗുരുവും ദൈവവും ഒക്കെ സൈഡ് ചേർത്താനല്ല ഞാൻ പറഞ്ഞത്. അതിലിപ്പോൾ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ ഇവിടെ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ബുദ്ധൻ ആത്മാവിനെക്കുറിച്ച് ചോദിച്ചാലും മിണ്ടില്ല, ദൈവത്തെക്കുറിച്ച് ചോദിച്ചാലും മിണ്ടില്ല, മിണ്ടാതിരുന്നത്. പറഞ്ഞാലും പ്രശ്നം, പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നം. അപ്പോൾ ഇവിടെ അത് നമുക്കിപ്പോൾ സൂര്യൻ പ്രകാശം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. അത് ദുഷ്ടനും ശിഷ്ടനും എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുപോലെ സൂര്യൻ ഗുരുവാണ്. ഗുരു അതേപോലുള്ള ഗുരു തന്നെയാണ് യഥാർത്ഥ ഗുരു. അപ്പോൾ ഗുരുവിന് ഇവിടെ എന്താണ് ദുഷ്ടനും ശിഷ്ടനും? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഗുരുക്കന്മാർ തന്നെ ഇന്നിൽ പല അതിൻ്റെ യഥാർത്ഥ വികാസം എത്താത്ത ആളുകൾ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കും, എന്നാൽ നിങ്ങളെ ഞാൻ സ്വർഗ്ഗ കവാടം തുറന്നു തരാമെന്ന്. അങ്ങനെ പറ്റുമോ? സ്വർഗ്ഗ കവാടം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ആത്മീയ ഗുരുവായ ലോക ഗുരുവായ ബുദ്ധൻ പറഞ്ഞു, നിന്റെ സ്വർഗ്ഗ കവാടം നീ തന്നെ തുറക്കണമെന്ന്. എങ്കിൽ പിന്നെ ഗുരുക്കന്മാർ ഇന്ന് നിന്റെ സ്വർഗ്ഗ കവാടം ഞാൻ തുറന്നു തരാമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇത് എൻ്റെ അനുഭവമായിട്ടാണ്, ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ്. അല്ല, അത് സത്യത്തിൽ അവരവർ തന്നെ തുറക്കപ്പെടേണ്ടതാണ്. തനിക്ക് താൻ തന്നെയുള്ളൂ, തനിക്ക് തന്നിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്. മറ്റേ വിശ്വാസം നമുക്ക് എന്നും വരുന്നുണ്ടെന്ന്. സൂര്യപ്രകാശം നമുക്ക് എന്നും തരുന്നു, കാറ്റ് നമ്മളിൽ ഇന്നും അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പ്രത്യേകിച്ചൊരു വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, അത് നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗുരു പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ ഇത് പരമ്പരാഗതമായിട്ട് ആചരിച്ചു വന്ന ആ ഗുരുക്കന്മാർ പറഞ്ഞ വചനങ്ങളെ അല്ലെങ്കിൽ മാർഗത്തെ നാം പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ അനുഭവത്തിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്. തന്നിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ ഇവിടെ ബുദ്ധൻ മനസാക്ഷിയാണ് ഗുരു എന്ന് പറഞ്ഞത് വലിയൊരു പോയിൻ്റാണ്. മനസാക്ഷിയുമായിട്ടാണ് നീ സംവാദം നടത്തേണ്ടത്. അപ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ അവൻ എന്താണ് കുരങ്ങനെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അവന് സ്ഥായില്ല. പക്ഷെ മനസാക്ഷി പറയും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ അത് മനസാക്ഷി പറയും. പക്ഷെ തനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത കാരണം ഇവൻ അത് അഴിഞ്ഞു വിടും. അപ്പോൾ മനസ്സ് പോയി വീണ്ടും പ്രവൃത്തികളിൽ പോയി ചാടുന്നു, അതിൻ്റെ ദുഃഖം അനുഭവിക്കും വരുന്നു. അപ്പോൾ ഈ മനസാക്ഷിയാണ് ദൈവമെന്ന് ഞാൻ പറഞ്ഞത് സത്യത്തിൽ അത് വലിയൊരു കാര്യമാണ്. മനസാക്ഷിയോടാണ് സംവാദം നടത്തേണ്ടത്. എന്നിട്ട് അതിൽ ക്ലാരിറ്റി ഒരു ലൈഫിൽ വരുത്തിയ ശേഷം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറേ എൻ്റെ ലൈഫിൽ നോക്കുമ്പോൾ ബുദ്ധനെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹം ഒരു സനാതനധർമ്മത്തിൻ്റെ ശരിക്കുള്ള ഒരാൾ ബുദ്ധൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും സനാതനധർമ്മം പറയാറുണ്ട്, പക്ഷെ അത് ജീവിതത്തിൽ എന്താ പറയുക, ആത്മീയ ജീവിതം മാർക്കറ്റിംഗ് ചെയ്തല്ലോ ഇത്രയും ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞത്. രാജകൊട്ടാരത്തിലിരുന്നു കൊണ്ട് പാവപ്പെട്ട ചെറ്റക്കുടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ധർമ്മങ്ങൾ പ്രചരിപ്പിച്ചൊരു രീതി. അപ്പോൾ എനിക്കൊരു ആത്മീയ ഗുരുവായിട്ടാണെങ്കിൽ അത് അദ്ദേഹം സാക്ഷാത്കരിച്ച ഒരാളായിട്ട് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ അത് ലൈഫിൽ വളരെ പ്രകടമാകുന്നുണ്ട്. ശ്രീ ബുദ്ധൻ ജനിച്ചത് ഈ ഭാരതത്തിലാണ്. എന്നാൽ അദ്ദേഹം നമ്മളോട് കാണിച്ചു തന്ന ഒരു മാർഗം അവനവനിലേക്ക് നോക്കി ആ ഒരു ധ്യാനത്തിൻ്റെ മാർഗമാണ്, അവനവനെ തിരിച്ചറിയുക എന്നുള്ളൊരു മാർഗമാണ്. എന്നാൽ ഭാരതീയ ആയിട്ടുള്ള നമ്മൾ എത്ര പേർ ധ്യാനിക്കുന്നുണ്ട്? വളരെ വിരളമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പം ധ്യാനം എന്തുകൊണ്ടാണ് ഇവരിൽ നിന്നും അകന്നു നിൽക്കുന്നത്? ഞാനും അതിനെക്കുറിച്ച് വളരെ ചിന്തിക്കാറുണ്ട്. കാരണം ബുദ്ധഗയയിൽ ബോധോദയം ഉണ്ടാവുന്നു. അദ്ദേഹം പരിനിർവാണം നടന്നത് ഇവിടെ കുശിനഗരത്താണ്. ധർമ്മചക്ര പ്രവർത്തനം തുടങ്ങിയത് സാരനാഥിലാണ്. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ അതാണ് ഈ പറഞ്ഞ പോലെ മനസ്സിലാവില്ല. കാരണം ഇവിടെ ദൈവം എന്നൊരു കൺസെപ്റ്റ് അതെന്തോ ഒരു കാർമ്മിക പടലങ്ങളുടെ ഇടയിലൂടെ നമ്മളെ പുഷ്പവൃത്തി ചെയ്ത് എവിടെയോ കൊണ്ടുപോകുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്നാണ് ഈ വിശ്വാസം ജനങ്ങളിൽ. അപ്പോൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല. ഈ ഒരു സംഭവമാണ് ഇവിടെ അപ്പോൾ അന്ന് കുറ്റം പറയല്ല, ആ പൗരോഹിത്യ സമ്പ്രദായം വളരെയധികം അതിനെങ്ങനെ പറയണമെന്നറിയില്ല. അന്ന് ഒരുപാട് ഇപ്പോൾ ബുദ്ധൻ ശരിക്ക് യാഗങ്ങളും പൂജകളും പ്രസേനജിത്ത് മഹാരാജാവുന്നു എൻ്റെ ചെറിയൊരു ഓർമ്മയില്ല. അപ്പോൾ രാജാവിൻ്റെ സ്വർഗപ്രാപ്തിക്കും രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി യാഗങ്ങളും പൂജകളും ചെയ്യണം എന്നാണ് അന്ന് പുരോഹിത സമ്പ്രദായക്കാരും പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധനിങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ കുറേ ഗ്രാമീണവാസികൾ വളരെ വിഷമത്തോടു കൂടി ആർപ്പ് വിളിക്കുന്നു, ഭയങ്കര സങ്കടത്തോടു കൂടി. എന്താണെന്ന് അവരടുത്ത് വിഷയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ രാജകൽപ്പനയാണോ, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അല്ലെ രാജാവിൻ്റെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയും ഒരു യാഗം നടക്കുന്നുണ്ട്. അതിലേക്ക് തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി വെച്ച കന്നുകാലികളെയും മനസ്സിലായതല്ലേ ഇതെല്ലാം അവർ പ്രതിഫലമൊന്നും തരാതെ അവിടേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ജീവിക്കാനും വഴിയില്ല.
അപ്പോൾ ഭഗവാൻ ശ്രീ ബുദ്ധൻ അതിവിടെ കടന്നു. ഭഗവാൻ ശ്രീ ബുദ്ധൻ പറഞ്ഞു, ശരി, നിങ്ങൾ സമാധാനം ഇരിക്കരുത്, ഞാൻ 2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറയും. അപ്പോൾ അതിലെ ആളുകൾ പറയും, ഇദ്ദേഹം എങ്ങനെയാണ് പരിഹരിക്കുന്നത്, ഒരു ഭിക്ഷു എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതാ യാഗശാലയിലേക്ക് കടന്നു ചെന്ന് പറഞ്ഞു, ഹേ രാജൻ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ 500 പശുക്കൾ, 500 ആടുകൾ, 500 കോഴികൾ, അത്ര ജീവഹിംസയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ടാണ് അത്ര ഇവർക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിനോടായിരുന്നു ബുദ്ധൻ എതിർത്തത്, അല്ല വൈദിക സമ്പ്രദായത്തോടായിരുന്നില്ല. അപ്പം ഇതാണ്, ഈ ഒരു വിഷയമാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് നടന്നത്. അപ്പോൾ ഹേ രാജൻ, നിങ്ങളെ ഇതിൻ്റെ പാപം ആരാ ഏൽക്കുന്നത് എന്ന് ചോദിച്ചു ബുദ്ധനോട്, പ്രസന്നജിത്ത് മഹാരാജാവിനോട്. ബുദ്ധൻ ബന്ധപ്പെട്ട് കാണാൻ അതാ ചിന്തിച്ചിട്ടില്ല ആള്. അപ്പം എല്ലാ പുരോഹിതന്മാരോട് ഒന്ന് തലതിരിഞ്ഞു, നിങ്ങളല്ലേ, ആരാണത് എന്ന്. പുരോഹിതന്മാർ അല്ലല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ യാഗം നടത്തുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ പാപകർമ്മങ്ങൾ എല്ലാം നിങ്ങൾ തന്നെയാണ്. ആളവിടെ നിന്ന് പരിവർത്തനം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ ഇതിനോടായിരുന്നു ഇത്. പിന്നെ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് ആടുകളെയും കോഴികളെയും കൊന്നിട്ട് ഈ സ്വർഗപ്രാപ്തി ലഭിക്കുമെങ്കിൽ ഇതാ മനുഷ്യ ശരീരം എന്നെ ഹോമിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും അപ്പുറത്ത് സ്വർഗം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ശരിക്കൊന്ന് നിശ്ചലമാവുകയാണ് ആ ബുദ്ധൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പിന്നിൽ. അങ്ങനെയാണ് സത്യത്തിൽ. അപ്പം അതാണ് ദൈവം നിങ്ങളെ പ്രാർത്ഥിപ്പിച്ചിട്ട് നിങ്ങളെ അവിടെ എത്തിക്കാമെന്നൊരു കൺസെപ്റ്റാണ് ഭാരതത്തിൽ ഒരു കാലഘട്ടം. ഇത് രണ്ടും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ സത്യത്തിൽ. പിന്നെ ശങ്കരന് ശേഷം ആ സമ്പ്രദായങ്ങൾ കൂടുതലായിട്ടത് ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പോഴും മധ്യവർത്തികളായി നിന്നുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥിപ്പിച്ച് നിങ്ങളെ അപ്പുറം കടത്താം. നിങ്ങൾ ഇന്നത് ചെയ്താൽ പിന്നെ ഫലശ്രുതികളാണല്ലോ വരുന്നത്. ദേവി മഹാത്മ്യം ചൊല്ലിയാൽ അത് കിട്ടും, ഇത് ചൊല്ലിയാൽ ഇത് കിട്ടും, ഇത് കിട്ടി. ഇവിടെയാണ് മനുഷ്യൻ കംപ്ലീറ്റ് തിരിഞ്ഞു പോയി. ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ച് അല്ലെങ്കിൽ അത് കിട്ടും, ഇത് കിട്ടും. ഇങ്ങനത്തെ സംഭവത്തിലേക്ക് 99.99% ഈ ഒരു സാധനത്തിലേക്ക് കടന്നു. ബുദ്ധൻ പറഞ്ഞ മഹാത്മ്യം, ബുദ്ധൻ പറഞ്ഞ ആ സത്യം അത് ഉൾക്കൊള്ളാതെ പോയി. അതുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ പിന്നെ വളർന്നത് മുഴുവൻ ഈ സമ്പ്രദായങ്ങൾ. ക്ഷേത്ര സംസ്കാരം ആയിക്കോട്ടെ, ക്ഷേത്രത്തിൽ പ്രഥമ പ്രതിമാ പൂജ ജപസ്തോത്രാണി മധ്യമ ഉത്തമ മാനസീ പൂജ സോഹം പൂജോത്തമോത്തമം എന്ന് ശങ്കരൻ പറഞ്ഞിട്ടുണ്ടോ അവസാനം സോഹം പൂജോത്തമോത്തമം നിങ്ങളെത്താന്ന്. പക്ഷേ ഇവിടെ ആദ്യത്തെ 1-2 ക്രിയകളിൽ മാത്രം നിന്നുകൊണ്ട് ക്ഷേത്രമായിക്കോട്ടെ, ക്ഷേത്രത്തിൽ നമസ്കരിച്ചു, അത് കഴിഞ്ഞ് അവൻ നാമം ജപിച്ചോട്ടെ, പിന്നെ മനനം ചെയ്യാൻ തുടങ്ങണം. പക്ഷെ അവിടേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുക്കന്മാരിവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. മനനം ചെയ്യുകയും സോഹം പൂജോത്തമോത്തമം നീ തന്നെയാണ് ഗുരു എന്ന് നിന്നിൽ തന്നെ നീ ഗുരു എന്നെ കണ്ടെത്താം. തന്നെയും തനക്ക് ആധാരത്തലവനെയും കണ്ടാനേൻ പിന്നൈ തലവൻ താനായി ബ്രഹ്മമായി പിറപ്പുതീർവൻ ഉണ്ണൈ നീ അറിവായാകിൽ ഉനക്കൊരു കേടുമില്ലേ എന്നെ നീ കേൾക്കയാലേ ഇത് ഉപദേശിത്തേനെ എന്ന് സിദ്ധന്മാർ പറഞ്ഞു. തന്നെ ആദ്യം അറിയുക, തനിക്ക് ആധാരമായിട്ടുള്ള ആ സർവീശ്വരൻ അറിയുക, താനും സർവേശ്വരനും ഒന്നാണെന്നറിയുക. ഇത് തന്നെയാണല്ലോ ഇപ്പം ബുദ്ധൻ പറഞ്ഞതും അത് തന്നെയാണ്. ഈ വൈദിക സമ്പ്രദായം ഇവരും പറയുന്നത് അതാണേലും ഇവർ ഉപജീവന മാർഗത്തിലേക്ക് വന്നു. കാരണം പൂജാ സമ്പ്രദായങ്ങളും എല്ലാം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അന്ന് പുരോഹിത വർഗം അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പുരോഹിതന്മാർ നമ്മൾ കിടന്ന് അതിലൊന്നും കാര്യമില്ല. അപ്പോൾ അത് സംഭവിച്ചു. അപ്പോൾ അതാണ് ഇവിടെ വലിയൊരു ഇത് ഭാരതത്തിൽ നടന്നത്. അങ്ങനെ ബുദ്ധനെ ഓർക്കാതെ ഇവിടെ എന്ത് സനാതനധർമ്മം? ഭാരതത്തിൽ ജനിച്ച ആളല്ലേ, എന്നിട്ട് ദൈവപുത്രനായി തീർന്ന ആളാണ്, ദൈവമായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹത്തെ ഇവിടെ അദ്ദേഹത്തെ എടുക്കാതെ പോയത് അത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ്. അപ്പോൾ അത് ഈ ഒരു സമ്പ്രദായത്തിന് ഇവിടെ കൂടുതൽ, കാരണം ഇത് വലിയ പ്രശ്നമില്ലല്ലോ, വേഗം കിട്ടുന്ന കാര്യം, കല്ലുമണിക്കൊന്നും ഇരിക്കണ്ട. അപ്പോൾ അതാണ് സത്യത്തിൽ ഇവിടെ ധ്യാനത്തിന് ഇത്രയും ഇതിപ്പോൾ വന്നാൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ, ഞാൻ ശ്രീലങ്കയിൽ പോയിരുന്നു, അവിടെ 6 മാസം അവിടെ ബുദ്ധഭിക്ഷുക്കളോടൊപ്പം ഇരിക്കാനൊരു സാഹചര്യങ്ങൾ വന്നു. പക്ഷെ എല്ലാറ്റിലും പിൻതലമുറക്കാർ വരുമ്പോൾ സമ്പ്രദായങ്ങളിൽ പല വ്യത്യാസങ്ങൾ വരും. ബുദ്ധൻ ഉണ്ടായി, ബുദ്ധൻ്റെ പിൻഗാമികൾ ഒരു പക്ഷേ എല്ലാം അതുപോലെ തന്നെ പിന്തുടരണമെന്നില്ല. ബുദ്ധിസത്തിലും ഒരു പക്ഷേ ഇപ്പോൾ പല കുഴപ്പങ്ങളുണ്ടാവും. അതിപ്പോൾ പിൻതലമുറക്കാർ അനുവർത്തിച്ച് വരുമ്പോൾ അതിൽ ചില മായങ്ങൾ കലർത്തും. ഇപ്പം നാരായണഗുരു ഒരു ജാതി ഒരു മതം മനുഷ്യൻ എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ തന്നെ പിൻതലമുറക്കാർ വരുമ്പോൾ ഇന്നിപ്പോൾ അത് കയ്യിലെന്തി നടക്കുന്ന ആളുകൾ അതിലുണ്ടോ? അതില്ല. അപ്പോൾ എല്ലാറ്റിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ബുദ്ധനാണെങ്കിലും യേശു ആണെങ്കിലും മഹത് പുരുഷന്മാരാൽ നേരിട്ട് നമ്മൾ ഇന്ന് കേട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി അത് നല്ലത്. മധ്യവർത്തികളിലൂടെ നാം കേൾക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ഒരുപാട് മായങ്ങൾ ചേരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ധ്യാനം
ബുദ്ധൻ പറഞ്ഞത് ആർക്കും അതുപോലെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇവരുടെ എന്താ പറയുക പോയില്ലേ, എന്താ ഭാഷ എന്നറിയില്ല അവർക്ക് അത്. അപ്പോൾ അവരവിടെ ഒരു വലിയൊരു ബുദ്ധിപരമായിട്ട് തന്നെ എന്നാണ് എൻ്റെ അത് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ധ്യാനത്തിന് കൂടുതൽ പ്രാധാന്യമില്ലാതെ പോയത്. പിന്നെ ധ്യാനങ്ങൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട് ആളുകൾ. അപ്പോൾ അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങിപ്പം പറഞ്ഞല്ലോ, എല്ലാവർക്കും എളുപ്പ വഴിയാണ് താല്പര്യം. അതായത് പുറത്തേക്ക് നോക്കാനാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ വേറൊരാളും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, അതാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷെ ധ്യാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ പരിണാമം വരുത്തിയേ പറ്റൂ. അത് വേറൊരാളെ അവിടെ സഹായിക്കാനില്ല. ശരിക്കും ഇതായിരിക്കുമോ ഈ ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും ഈ ധ്യാനത്തിൽ നിന്നും മാറാനുള്ള ഒരു കാരണം? തീർച്ചയായിട്ടും അത് ബുദ്ധൻ വളരെ പറയുന്നുണ്ട്. നിങ്ങളുടെ ബാഹ്യ വിഷയങ്ങളുമായി പഞ്ചേന്ദ്രിയങ്ങൾ ബന്ധപ്പെടുമ്പോൾ സംവേദന ഉണ്ടാവുന്നു. സംവേദനയ്ക്ക് എനിക്ക് വേറെന്താ അർത്ഥം അറിയില്ല, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംവേദന ഉണ്ടാവുന്നു. സംവേദനയിൽ നിന്ന് നിങ്ങൾക്ക് മോഹം ജനിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഒരു വസ്തുവിനെ കാണുന്നു, അതെനിക്ക് വേണം, അതിൻ്റെ ഒരു ചലനം ഉണ്ടാവുന്നു, അതെനിക്ക് കിട്ടിയാൽ കൊള്ളാം, മോഹം ജനിക്കുന്നു. മോഹത്തിൽ നിന്ന് ആ കിട്ടാനുള്ള കർമ്മം കിട്ടാൻ വേണ്ടി നാം എന്തും ചെയ്യും, കർമ്മം ജനിക്കുന്നു. കർമ്മത്തിൽ നിന്നിട്ട് നമുക്ക് ഒരു നിലനിൽപ്പുണ്ടാവുന്നു. നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ആയിത്തീരും അവിടെ. ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടി വക്കീലാവാൻ വേണ്ടി പഠിക്കുമ്പോൾ ആദ്യം വക്കീലാവണം തോന്നുന്നു. അതെന്തോ കണ്ടിട്ടാണ്, ആരോ വക്കീലിനെ കണ്ടിട്ടായിരിക്കും തോന്നിയിരിക്കുക. ഇപ്പം വക്കീലാവണം തോന്നുന്നു, എങ്കിൽ ഞാൻ പഠിക്കണമെന്ന് തോന്നുന്നു, പഠിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു, അപ്പം നീ വക്കീലായി മാറുന്നു. അപ്പോൾ അവിടെ കർമ്മം അവിടെ നിലനിൽപ്പായി. നിലനിൽപ്പ് നിന്ന് എനിക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. ഇതാണ് ചാക്രിയമായിട്ടുള്ള. അപ്പോൾ ബാഹ്യ വിഷയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളായി ബന്ധപ്പെടുമ്പോൾ സംവേദനയുണ്ടാവുന്നു. സംവേദനയിൽ നിന്ന് മോഹം ജനിക്കുന്നു. മോഹത്തിൽ നിന്ന് കർമ്മം ജനിക്കുന്നു. കർമ്മം ചെയ്യേണ്ടി വരുന്നു. കർമ്മത്തിൽ നിലനിൽപ്പുണ്ടാവുന്നു. നിലനിൽപ്പിൽ നിന്ന് ജന്മം എടുക്കേണ്ടി വരുന്നു. പക്ഷേ ഇതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം വേറൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയ അപ്പോൾ ആഹാരമാണല്ലോ ഇതിപ്പോൾ എല്ലാ. അപ്പോൾ അതിൽ രുചിതൃഷ്ണ നാക്കുകൊണ്ടുള്ളത്, സുഗന്ധതൃഷ്ണ മൂക്കിൽ നമ്മളുണ്ടെന്ന്, ദൃഷ്ടി അത് കണ്ടുള്ളത്, സ്പർശന തൃഷ്ണ, പിന്നെ മനോതൃഷ്ണ പോലും നമ്മളെ വ്യതിചലിപ്പിക്കുന്നതാണ്. കാരണം ഞാൻ ഇന്ന സമ്പ്രദായത്തിലാണ്, ഞാൻ ഇന്ന വിഷയത്തിലാണെന്നോ നമ്മൾ മനക്കോട്ട അതിലേക്കുള്ള ഒരിത്. അപ്പോൾ ഇതൊക്കെ തന്നെ ശരിക്കും സത്യത്തിൽ നമ്മളെ അകത്തുന്നുള്ളതാണ്. സത്യം എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഇത് ഒരു ജീവിതചര്യയാണോ, ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതചര്യക്കാണ് ഇവിടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതെടുക്കാൻ ആരും തയ്യാറില്ല. കാരണം നമ്മൾ പ്രമാണങ്ങൾ വായിക്കും. ഇപ്പോൾ സഹോദര സ്നേഹത്തിനെ കുറിച്ചിട്ട് വളരെ പറയും. നമ്മൾ രാമനും കൃഷ്ണനും ഒക്കെ കഥകളൊക്കെ പറയും, നമ്മൾ രാമഭക്തനാണ് എന്നൊക്കെ പറയും. പക്ഷേ വീട്ടിൽ പാർട്ടീഷൻ പ്രശ്നം കൊണ്ട് അവർ അതിൽ തമ്മിൽ തല്ലുന്നു. പക്ഷേ എന്താ രാമഭക്തന്മാരാണ്. പക്ഷെ ഭരതൻ രാമനോട് ചെയ്ത ഒരു ത്യാഗമുണ്ടല്ലോ, തൻ്റെ സഹോദരനോട് ചെയ്ത ആ ഒരു ത്യാഗം. അപ്പോൾ ഇവിടെ പ്രമാണങ്ങൾ പഠിക്കുന്നു, നമ്മൾ അത് ചെയ്യുന്നു, പക്ഷെ ആരും ജീവിക്കാൻ തയ്യാറാവുന്നില്ല. അത് കുറച്ച് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്നേ എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലാണ് ഈ പഞ്ചശീലം, ദശശീലം. അപ്പോൾ ഇതാരും ഒരുക്കമല്ല, അതിന് തയ്യാറല്ല. ബാഹ്യമായി കിട്ടുന്ന ചെറിയ നൈമിഷികങ്ങളായ സുഖങ്ങളുടെ തേടി മനുഷ്യൻ പോകുന്നു. ദുഃഖം വണ്ടിച്ചക്രം പോലെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ബുദ്ധൻ വളരെ ഇതിൻ്റെ പിന്നാലെ നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ ഇപ്പം സുഖം കിട്ടി, എന്ത് സുഖം, താൽക്കാലികമാണ്. യഥാർത്ഥമായുള്ള ശാന്തി നിനക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെല്ലാറ്റിനും ഈ പഞ്ചേന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന സുഖമെല്ലാം നൈമിഷികമാണ്, അത് ശാശ്വതമല്ല. ശാശ്വതമായ അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ടേ നിങ്ങൾക്ക് ആ ശാന്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സംതിങ് ആളുകളെ ഇപ്പോൾ അതിലേക്കുള്ളതുള്ളൂ. ബാക്കി എല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതൊരു പക്ഷേ ഓരോ ജന്മങ്ങളിൽ മാറി മാറി വരുമ്പോൾ പക്ഷേ ഇവർക്ക് ഇതിലൂടെ തന്നെ കടന്നുപോയി അവിടെ എത്തണം. ജന്മങ്ങൾ എടുക്കുകയായിരിക്കാം. പിന്നെ പൂർവ്വജന്മ സുഹൃത്തും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് അവർക്കത് ക്ലിക്കാവും, ഇങ്ങനെയല്ലേ വേണ്ടത് എന്ന് തോന്നിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇവിടെ ധ്യാനം ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ട സമയം. ഇതിപ്പോൾ ഇവിടെ ഞങ്ങളൊരു 10 ദിവസത്തെ വിഭജന ശിബിരം നടത്തുന്നുണ്ട്. 10 ദിവസമോ, ഒരു ദിവസത്തിലുള്ള ആളില്ല. 10 ദിവസം പരിപൂർണമായിട്ട് തന്നെ അന്വേഷിച്ചുകൊണ്ടുള്ളൊരു ഒരു സാധനാ പദ്ധതിക്ക് ആളുകൾ ഇന്നെങ്ങനെ പറ്റും? അതാണ് ഏറ്റവും വലിയ വിഷയം. ഇന്ന് അതിനാളില്ല, അതിൻ്റെ തീരെയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ അത് നമ്മളെപ്പോലുള്ളവരൊക്കെ അതപ്പോൾ നിങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.
നമ്മളെല്ലാവരും ഈ സുഖവും ശാന്തിയും തേടിയാണ് ജീവിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പെടാപാടാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഈ സുഖവും ശാന്തിയും കുറച്ചും കൂടി ഒന്ന് യഥാർത്ഥ സുഖവും ശാന്തിയും എങ്ങനെ കിട്ടും, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. നമ്മളിപ്പോൾ നൈമിഷികമായ സുഖത്തിൽ നിന്നാണ് ഒന്ന് പറഞ്ഞല്ലോ, തൽക്കാലം ഒരു സുഖം. അപ്പോൾ നമ്മൾ നല്ലൊരു ഭക്ഷണം വേണമെന്ന് കഴിക്കുന്നു, അതുപോലെ നല്ലൊരു സ്പർശനം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അത് ലഭിക്കുന്നു, അത് കഴിയുന്നു. പക്ഷേ അവിടെ ഒരിക്കലും അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല. വീണ്ടും വീണ്ടും ക്രേവിങ്, ആസക്തി ആ വിഷയത്തോട് വരുന്നു. ഒരിക്കലും ഇവനതിൽ തൃപ്തനല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ആ കാര്യം. പക്ഷേ ഇവരുടെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, മൃഗമനുഷ്യൻ, മനുഷ്യൻ, ദേവമനുഷ്യൻ, ഇങ്ങനെ മൃഗീയ തലത്തിൽ ജസ്റ്റ് മൈഥുനം ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. അപ്പോൾ അവർ ആ തലത്തിൽ തന്നെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൃഗങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് എന്താണ് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മനുഷ്യൻ എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ ചിന്തിക്കുന്നത്. മനുഷ്യൻ ഇത്തരത്തിലുള്ള വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്, കുറച്ചുകൂടെ മനുഷ്യൻ ഉയരണമെന്ന് പറയുന്നു. ദേവതലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അതിനേക്കാളും അപ്പുറത്തേക്ക്. അപ്പോൾ ഈ ദേവതലങ്ങളിലേക്ക് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ യഥാർത്ഥമായ ശാന്തിയും സമാധാനവും നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ 3 വിഷയങ്ങളിലൂടെ, അപ്പോൾ ഇതെല്ലാം നൈമിഷികങ്ങളാണ്. നമ്മൾ ഇന്നത്തെ താൽക്കാലികമായ കണ്ണിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയും നാക്കിലൂടെയും ഒക്കെ അനുഭവിക്കുന്ന രസങ്ങളെല്ലാം, അല്ലെങ്കിൽ സുഖങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണ്. താൽക്കാലികമാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം വീണ്ടും വീണ്ടും നമുക്കത് വേണം തോന്നുന്നു. എന്നിട്ട് തൃപ്തിയാവുന്നുണ്ടോ ചോദിച്ചാൽ അതുമില്ല. ഇതൊക്കെ വ്യക്തിക്ക് അറിയുന്നുണ്ട്. നിത്യശാന്തി എന്ന് പറയുമ്പോൾ അതന്നെ ആ ഭക്ഷണത്തിലുള്ള ഭാവമാണ്. വളരെ ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിലും വിശപ്പിനാണ് ഭക്ഷണം, അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇത് തൻ്റെ ശരീരത്തിൻ്റെ ഇപ്പോഴും നമ്മൾ പറയുന്നത് താൻ ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് ഈ ഭക്ഷണം ഞാൻ സേവിക്കുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ. അതുപോലെ ഏതിലും നമ്മൾ കൊട്ടാരത്തിലും കിടക്കാൻ കഴിയണം, കുടിലും കിടക്കാൻ കഴിയണം. അതിൽ അപ്പോഴും സമഭാവനയാണ്. അതാണ് ഈ ശാന്തി എന്ന് പറയുമ്പോൾ അതിന് മാറ്റമില്ല. അത് നിത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ഈ ശാന്തി ഓരോ നിമിഷവും ശാന്തി തന്നെയാണ്. ബുദ്ധൻ അതാണ് പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കണമെന്ന് പറയുന്നത്. ഭാവി കാലം കഴിഞ്ഞു പോയത് ഭൂതകാലം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, അത് കഴിഞ്ഞു പോയി. വരാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച പോലും ആയിരിക്കില്ല. വരാൻ പോകുന്ന ഭാവി കാലം പോലും പ്രസൻറ്റ് ടെൻസിലൂടെ തന്നെയേ കടന്നു പോകാനും പറ്റുള്ളൂ. കഴിഞ്ഞു പോയ ഭൂതകാലവും പ്രസൻറ്റ് ടെൻസിലൂടെയാണ് വന്നിരിക്കുന്നത്, അല്ലേ? അതിലൂടെയാണ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിനെ ഭൂതകാലം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം വർത്തമാനകാലത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വർത്തമാനകാലത്തിൽ നിങ്ങൾ ജീവിക്കാൻ എങ്ങനെ ജീവിക്കണം, അതാണ് നമ്മൾക്ക് എനർജി ആയിട്ട് വരുന്നത്. നാം ചെയ്ത സത്കർമ്മങ്ങളും തൻ്റെ മനസാക്ഷിയോട് ചോദിച്ച് നാം എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾക്ക് ഊർജ്ജമായിട്ട് വരുന്നു. മറ്റ് താൽക്കാലികമാണ്. നമ്മൾ എന്തൊക്കെയോ പിന്നാലെ പരക്കം പോയിരുന്നു, പക്ഷെ നമുക്കൊട്ട് സമാധാനം ഇല്ലാവുന്നില്ല. പക്ഷേ ഈ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അതിനെ ബുദ്ധൻ അഷ്ടാംഗമാർഗം, ശരിയായ വീക്ഷണം, സമ്യക് ദൃഷ്ടി, സമ്യക് സങ്കല്പം, സമ്യക് ആജീവം, സമ്യക് സതി, സമ്യക്, അങ്ങനെ ഒരു 8 മാർഗങ്ങളിലൂടെ നിങ്ങൾക്കത് അതിൽ ഓരോ കർമ്മങ്ങൾ പോലും നിങ്ങൾ എന്ത് കർമ്മം ചെയ്യണം, എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്നെല്ലാം അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അഷ്ടാംഗ മാർഗം, അതാണ് ഞാൻ പറയുക, ആദർശരൂപീകരണം, ആദർശത്തിലടിസ്ഥിതമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ശാന്തി, ഈ പറഞ്ഞ ശാന്തി നമുക്ക് ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പഞ്ചശീലങ്ങളിൽ പോലും കൊല്ലരുത് നല്ല കാര്യമാണ്, അത് തൻ്റെ ലൈഫിൽ പകർത്താൻ ശ്രമിക്കണം. ആ ശീലങ്ങളെല്ലാം തന്നെ നമ്മൾ ലൈഫിൽ പകർത്തി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ നിത്യശാന്തി നമുക്കായി വരും. ധർമ്മത്തിലധിഷ്ഠിതമായുള്ള ജീവിതം നാം ആരംഭിക്കുമ്പോൾ ഈ ശാന്തി, ഈ പറഞ്ഞ ശാന്തി, മറ്റ് നൈമിഷികമാണ്. അവൻ അത് എത്ര സമയം എടുത്താലും അവനിതിലൂടെ വരേണ്ടതാണ്. അതാണ് സാധാരണ ജനമെന്നവരെ കുറ്റം പറയല്ല, പാവങ്ങൾ അവർക്കറിയില്ല. അപ്പോൾ അവരിതൊക്കെയാണ് സുഖമെന്ന താൽക്കാലികമായി കിട്ടുന്ന ഒക്കെ സുഖമെന്ന്. പക്ഷെ എന്നിട്ടോ അവർക്ക് തന്നെ എന്തോ ഒരു അശാന്തി, ഇതുകൊണ്ടൊന്നും ആവുന്നില്ലല്ലോ, പണം കിട്ടിയാവുന്നില്ല, നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ല വീട് കിട്ടിയതൊന്നും അവർക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കുന്നില്ല. അതും അവർക്കറിയാം. പക്ഷെ അത് സത്യത്തിൽ അവരെതിലേക്ക് നയിപ്പിക്കുകയാണ്. അത് കാലക്രമേണ അവരുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടോ അതെന്താണെന്നറിയില്ല, ഇതിലൂടെ തന്നെ കടന്നു വരും. അപ്പോൾ ശാന്തി എന്ന് പറയുന്നത് ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം നീ എന്ന് ജീവിക്കാൻ ആരംഭിക്കുമോ അന്ന് നീ ശാന്തിയുടെ സുഖം അനുഭവിക്കും. ശാന്തിക്കൊരു സുഖമുണ്ട്, അത് ഉള്ളിലൊരു പ്രത്യേക അത് അവനൊന്നിനും ആ ധർമ്മത്തിലധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തിയെ ഒരാൾക്ക് കീഴടക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞാലും പറ്റില്ല. കാരണം
അതാണ് വേണ്ട വന്ന അമ്മയെ അമ്മ പറഞ്ഞാലും കേൾക്കാൻ പാടില്ല, അച്ഛൻ പറഞ്ഞാലും കേൾക്കാൻ പാടില്ല, ഗുരു പറഞ്ഞാലും കേൾക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് പറഞ്ഞതൊക്കെ എങ്ങനെ അറിയോ? നമ്മൾ ഇപ്പോൾ ഭരതനെ സംബന്ധിച്ചിടത്തോളം അമ്മ പറഞ്ഞത് കേട്ടില്ല, കൈകേയി ചെയ്തത് വലിയൊരു അബദ്ധമാണ്. അച്ഛൻ്റെ ഹിരണ്യകശിപു പ്രഹ്ലാദനോട് പറയുന്നുണ്ടല്ലോ, നീ എൻ്റെ നാമമാണ് ജപിക്കുക, അച്ഛ അത് വേറെ ആൾ നോക്കി. മീൻസ് അവൻ ഞാൻ ജപിക്കുകയാണെങ്കിൽ നാരായണ മന്ത്രം ജപിക്കാൻ പറ്റുള്ളൂ. വാമനെ നമ്മുടെ മഹാബലി ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി നിന്നപ്പോൾ ശുക്രാചാര്യ പറഞ്ഞു ചെയ്യുന്നത് ശരിയല്ല, അല്ല ഞാൻ വാക്കു കൊടുത്തു പോയി. പിന്നെ അത് അപ്പോൾ മാതാപിതാ ഗുരു പറഞ്ഞതും ചില സമയത്ത് കേൾക്കാതിരിക്കുക എന്നാണ് പറഞ്ഞത് ഞാൻ. എന്ന് വെച്ചാൽ അത്രയും ഉറപ്പ് തന്നിലുണ്ടായിരിക്കണം, താൻ ചെയ്യുന്ന പ്രവൃത്തിയിലും തനിക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും. ഗുരു പറഞ്ഞത് എന്താ, നമ്മുടെ ഗുരുവിൻ്റെ ഇത് പറഞ്ഞത് പാർവതിയുടെ കൂന്തലിന് മണമുണ്ടോന്നോ എന്തോ കേട്ടിട്ടുണ്ടാ കഥ. മനുഷ്യ സ്ത്രീയായി ജനിച്ചിട്ടുണ്ടെങ്കിൽ പാർവതിയുടെ കൂന്തലിന് മണമില്ല, അതിന് ദൈവം മറ്റേ നമ്മുടെ മഹാദേവൻ തൃക്കണ്ണ് തുറന്ന് എന്നെ ദഹിപ്പിച്ചാലും ശരി ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയാനുള്ള ആർജവം ഒരാൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇതേമാതിരി ഞാൻ ചോദിച്ചത് ആ ശാന്തിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ കോൺഫിഡൻസും ആ ഒരു ഉറപ്പുള്ള വ്യക്തിക്ക് ഈ ശാന്തി, ഇതാണ് ശാന്തി, അത് നിത്യശാന്തിയാണ്, അത് ഒരിക്കലും അഴിഞ്ഞു പോകുന്നില്ല. മറ്റ് നൈമിഷികമായ സുഖങ്ങളാണ്, അത് ഒരിക്കലും അത് വീണ്ടും വീണ്ടും ആസക്തി, വീണ്ടും വീണ്ടും ക്രേവിങ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. നിശബ്ദത എന്നൊന്നുണ്ടോ? നമ്മളത് നിശബ്ദതയുണ്ട്, നമ്മൾ ധ്യാനത്തിലൂടെ നമുക്കത് അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളീ പറഞ്ഞല്ലോ, നൈമിഷികമായിട്ടുള്ള ഈ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ സദാ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് നിശബ്ദത എന്തെന്ന് അറിയുന്നില്ല. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ വികാര വിചാരങ്ങൾക്ക് ശ്വാസവുമായി ബന്ധമുണ്ട് എങ്കിൽ നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിക്കുമെന്ന് ബുധൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്തരത്തിലുള്ള സാധന അനുഷ്ഠിച്ച് വരവേ നമ്മളൊരു നിശബ്ദത നമുക്കറിയാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിവ് തന്നെ വരുന്നത്. അപ്പോൾ മനസ്സധികം ശാന്തമാകണം. ശാന്തമായതിനു ശേഷം ഇതിൽ ഇവർ സാധന അനുഷ്ഠിക്കുന്നത് ആ ശാന്തത വന്ന ശേഷം നിങ്ങളെ നിരീക്ഷിക്കാമെന്ന്. ആ ശാന്തത വന്നതിന് ശേഷമേ നിങ്ങളിൽ നടക്കുന്ന, അപ്പോൾ ഉള്ളിലാണ് അതെല്ലാം നടക്കുന്നത്, ഈ ക്രേവിങ്ങും ഈ പറഞ്ഞ എല്ലാ സാധനവും അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങാം. പക്ഷെ അത് നിശബ്ദതയിൽ നിന്നേക്ക് ബോധപൂർവം നമ്മൾ ചെയ്യുക എന്ന് പറയില്ലേ, നമ്മൾ ഓരോ കർമ്മങ്ങളും ബോധപൂർവം ചെയ്യുക, നടക്കുന്നതാവട്ടെ ഇരിക്കുന്നതാവട്ടെ. അപ്പോൾ ഈ നിശബ്ദത തന്നിൽ വന്നതിന് ശേഷമേ ഈ ബോധത്തോടുകൂടി കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ നടക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം താൻ ചെയ്യുകയാണെന്നുള്ള ഓർമ്മയല്ല കേട്ടോ, ബോധം. അതാണ് ബുദ്ധൻ പറഞ്ഞ ബോധത്തോടു കൂടി നിങ്ങൾ, അപ്പോൾ അതിൽ വാക്കിംഗ് മെഡിറ്റേഷൻ ഉണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ബോധത്തോടെ ചെയ്യും. അങ്ങനെ അതാണ് ജീവിതമാണ് ദൈവം എന്ന് പറയാൻ കാരണം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ശ്രദ്ധയോടുകൂടിയുള്ള അല്ലെങ്കിൽ ബോധത്തോടെയുള്ള കർമ്മം നിങ്ങൾ ചെയ്യ ദൈവത്തോട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം വേറൊരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹിക്കാനില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ നിശബ്ദതയുണ്ട്, നിശബ്ദതയിൽ നിന്നാണ് നമ്മൾ ഈ ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോൾ അപ്പോഴേ നമുക്ക് നിരീക്ഷണ മനോഭാവവും തിരിച്ചറിവും ഒക്കെ നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ശക്തിപീഠത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു ശിവക്ഷേത്രം നമ്മൾ കാണുകയുണ്ടായി. എന്താണ് ആ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഒരു സങ്കല്പം? സത്യത്തിൽ ഇത് ശിവക്ഷേത്രമല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ആ ശിവലിംഗത്തിൻ്റെ മാതൃക ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സ്വാമിജി ഇത് കൽപ്പിച്ചിരിക്കുന്നത് പ്രാപഞ്ചിക ഊർജം ഇതിൽ സദാ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള സമ്പ്രദായം അതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദേവതാ സങ്കല്പമോ അല്ലെങ്കിൽ മൂർത്തികൽപ്പനയോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾക്ക് ഏത് ദേവനെ നമ്മൾക്ക് ഇഷ്ടദേവനെ നമുക്ക് കാണാൻ കഴിയും, അത് ആ ലിംഗത്തിൽ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. അപ്പോഴും ശക്തിപീഠ ധ്യാനക്ഷേത്രം എന്നാണ് ഇതിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൂകാംബികയിൽ ഒന്നുണ്ട്, അതിലും ധ്യാനക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ധ്യാനത്തിനാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സത്യത്തിൽ ഒരുപക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ ധ്യാനം ചെയ്യാനുള്ളൊരു തോന്നൽ പോലും ഉണ്ടായത് അത് തന്നെ ആയിരിക്കാം. അപ്പോൾ ഇതല്ല ശിവലിംഗമല്ല, ഇത് ധ്യാനക്ഷേത്രമാണ്. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു സന്ധി സമയത്ത് ഒരു മെഡിറ്റേഷൻ ഉണ്ട്, ഒരു കുറച്ച് നേരം. പിന്നെ ഇവിടെ നമ്മൾ ഗായത്രിയായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊരു ആരാധന സമ്പ്രദായം ചെറുതായിട്ട് ചെയ്യുന്നത്. പിന്നെ
അതിൽ നിവേദ്യക്രിയകളോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഇത് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന രീതിയല്ല ഇവിടെ ചെയ്യുന്നത്. മാക്സിമം സമയം സൈലൻസ് ആയിട്ട്, ഈ ധ്യാനം തന്നെയാണ്, സൈലൻസ് ആയിട്ട് ഇരുന്ന് ഇതിനെ ഉൾക്കൊള്ളുക. ഈ പ്രപഞ്ചത്തിൽ ഒരു ഊർജ്ജമുണ്ടല്ലോ, അത് ഇതിൽ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഈ ഒരു സങ്കല്പമാണ്. പിന്നെ നമ്മൾ ഈ ധ്യാനക്ഷേത്രം എന്ന പേര് കൊടുത്തുകൊണ്ട് കൂടുതൽ ധ്യാനത്തിന് പ്രാധാന്യം കൊടുക്കും. ഇവിടെ നമ്മൾ 4:30 ആകുമ്പോഴേക്കും അതിനുവേണ്ടി ഒരു പൂജകൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പൂജയാണോ? അല്ല, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി അവിടെ 4:45 ആകുമ്പോഴേക്കും ചെല്ലുന്നു. അതിൻ്റെ പീഠത്തിനെയൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് എല്ലാം ഗായത്രിയിലൂടെ തന്നെ അത് ശുദ്ധീകരിക്കുന്നതും അതിൽ പുഷ്പം അർപ്പിക്കുന്നതും അതിൽ ചന്ദനം തൊടുന്നതും എല്ലാം തന്നെ ഗായത്രി മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഒരു 6:30 സമയമാകുമ്പോഴേക്കും ഈ കൊച്ചു ആരാധന, ചെറിയൊരു ആരാധന എന്ന് പറയാൻ കഴിയില്ലത്, ഒരു സന്ധ്യ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇരുന്നൊരു പ്രണവ മെഡിറ്റേഷൻ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഇതേമാതിരി 12:30 സമയമാകുമ്പോൾ വീണ്ടും ഒരു സന്ധി മെഡിറ്റേഷൻ യാമങ്ങളിൽ നടക്കുമല്ലോ, അങ്ങനെ 5. അപ്പോൾ വൈകുന്നേരം അതുപോലെ 6:30 സമയത്ത് നമ്മൾ സന്ധി മെഡിറ്റേഷൻ ചെയ്യുന്നു. ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. അപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് വരാം, അവർക്ക് നേരിട്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നേരിട്ട് തന്നെ അവർക്ക് കലശാഭിഷേകം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. നമ്മൾ കാശിയിൽ കണ്ടിട്ടുണ്ടാവും, വരുന്ന ഭക്തന്മാർക്കൊക്കെ നേരിട്ട് തന്നെ കലശാഭിഷേകം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ. അതുപോലെ നമുക്ക് ആരെങ്കിലും താല്പര്യപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ഇതിൽ കലശാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ ബുദ്ധനെ കുറിച്ചാണ് സംസാരിക്കുമ്പോഴെല്ലാം വരുന്നത്. ബുദ്ധൻ്റെ കാഴ്ചപ്പാടുകളും ബുദ്ധൻ്റെ ജീവിത രീതികൾ, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്. അപ്പം ഇതിൽ ഈ ബുദ്ധൻ്റെ ഒരു ജീവിതയാത്ര നോക്കുമ്പോൾ അങ്ങേക്ക് ഏറ്റവും സ്വാധീനിച്ച ഒരു വിഷയം, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സോ കഥകളോ എന്തെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധൻ്റെ വിഷയത്തിൽ അതന്നെ ഒരു ചരിത്രം, അങ്കുലിമാല എന്നൊരു കള്ളനെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു പൂർവ്വജന്മത്തിൻ്റെ എന്തോ ഒരു വിഷയത്തിൽ 999 പേരെയും കൊന്ന് അവരുടെ വിരലുകളെ മാലയാക്കി ധരിച്ചുകൊണ്ട് ഇനി ഒരാളെ കൂടി കിട്ടണം അദ്ദേഹത്തിന് അന്നത്തെ സമൂഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ബുദ്ധനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, അത് അദ്ദേഹത്തോട് അടുത്ത് പോകരുത്, അദ്ദേഹം ഈ ഒരു പ്രതിജ്ഞയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ. അപ്പോൾ അദ്ദേഹം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അദ്ദേഹം ഇതെല്ലാം മറക്കുക. അദ്ദേഹം ബുദ്ധനെ വധിക്കാനാണ് ഫ്രണ്ടിലോട്ട് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രഭാവത്താൽ, എന്ന് വെച്ചാൽ ആ കരുണ, അതാണ് അവിടെ ബുദ്ധൻ്റെ ഒരു പ്രത്യേകത. സകല ജീവജാലങ്ങളോടും കരുണ, ദയ, സ്നേഹം, ഇത് സാധാരണ ഇതിൻ്റെ മൂർത്തിവത് ഭാവമാണ് ബുദ്ധൻ. അത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് സംഭവിക്കില്ലല്ലോ, ഒരു ദുഷ്ടന് പരിവർത്തനം വരിക എന്ന് പറഞ്ഞാൽ, തന്നെ കൊല്ലാൻ വേണ്ടി വന്ന അങ്കുലിമാലയെ പോലും ബുദ്ധഭിക്ഷുവാക്കിയ ചരിത്രം, അത് ഒരു മഹത് പുരുഷന്മാരിൽ ഇത്തരത്തിലുള്ള. അപ്പോൾ ഇങ്ങനെ ചില ഇൻസിഡൻസുകൾ അദ്ദേഹം പിന്നെ ഒരു ബുദ്ധഭിക്ഷുവായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ജാതി മതങ്ങൾക്ക് അതീതമായിട്ടാണ് ബുദ്ധൻ. അതാണല്ലോ ഈ പ്രപഞ്ചം, സസ്യജാലം, ജീവജാലം, ഇതിലെവിടെ മനുഷ്യനെന്ത്, ഈ ജാതിയും വർഗവും എല്ലാം ഇവിടെ മനുഷ്യൻ കൽപ്പിച്ചതാണ്. അതാണ് ചണ്ടാല ഭിക്ഷുകി. ചണ്ടാലി ഏറ്റവും താഴ്ന്ന വർഗത്തിൽ നിന്നും എടുത്ത് ഒരു കുട്ടി ഭിക്ഷുകിയായ ചരിത്രം. അപ്പോൾ സത്യത്തിൽ ജാതിക്കും മതങ്ങൾക്കും അതീതമായിട്ട് ഒരു മനുഷ്യൻ എന്ന കൺസെപ്റ്റ് മാത്രം നിന്നുകൊണ്ട് അവൻ നേടേണ്ടുന്ന ഉദ്ദേശം അല്ലെങ്കിൽ അത് ലക്ഷ്യം, അതിനെ മാത്രം തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനെയും ഒരുപോലെ കാണുക, അത് നിസ്സാരമല്ല. അത് ബുദ്ധൻ്റെ പുസ്തകമായ ബുദ്ധന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതെൻ്റെ അഹങ്കാരമായിരിക്കാം ഞാൻ പറയുന്നത്. എങ്കിൽ നമുക്ക് തോന്നുമല്ലോ നമ്മൾ ഇന്ന ആളാണ്, അത് നമ്മുടെ ഇനിയിപ്പോൾ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ബുദ്ധനില്ലേ അത് കഴിഞ്ഞിട്ടുള്ളൂ എന്നൊരു ഇൻസിഡൻറ്റ്. സത്യത്തിൽ സർവ്വസംഘ പരിത്യാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോകത്തിന് വേണ്ടി സർവ്വവും ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ത്യജിക്കലല്ല, ഭാവത്തിലാണ് വ്യത്യാസം വരേണ്ടത്. നമ്മൾ ഓരോ ജീവജാലങ്ങളെയും കരുണയും സ്നേഹവും മുദിത, അതിൽ പാലിയിൽ പല ഭാഷകളുണ്ട്, എനിക്കെല്ലാം അറിയില്ല. അങ്ങനെ കുറേ വായിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ 1-2-3 ഇൻസിഡൻറ്റുകൾ, അയ്യോ അതുപോലെ വേദസമ്പ്രദായങ്ങളുടെ അവിടെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴ്ന്ന സമുദായത്തിലെ ആളുകളെ മാറ്റി നിർത്തുന്നതും ബുദ്ധനാദികൂടെ പോകുന്നു കുട്ടികൾ.
അവർക്ക് ആ പണ്ഡിതനുമായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ട് അവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ബുദ്ധൻ. അപ്പം നോക്കി വരുമ്പോൾ ജാതിക്കും മതങ്ങൾക്കും അതീതം, അത് ഒരു സാധാരണ ഹൃദയത്തിൽ ഉള്ള ഒരാൾക്ക് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വിശാലതയാണ് എന്നെ ആകർഷിച്ചത്. സത്യത്തിൽ അതിൻ്റെ ഒരു തരിയെങ്കിലും സ്വാമി വിവേകാനന്ദൻ പറയുന്നതാണ്, അദ്ദേഹം ക്ഷേത്ര ആരാധനയിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ, ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ ശാസ്ത്രപരമായിട്ടുള്ള അതിലൂടെ നിനക്ക് നിർവ്വാണം പ്രാപിക്കാം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ളൊരു ശ്വസനം എന്നാൽ ഇതാണല്ലോ. അപ്പോൾ അതിലൂടെ ആർക്ക് നിർവ്വാണം പ്രാപിക്കാം, ഒരു ഭൗതികവാദിക്ക് നിർവ്വാണം പ്രാപിക്കാം എന്ന് ബുദ്ധൻ കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൃദയ വിശാലതയുടെ ഒരംശമെങ്കിലും എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് വിവേകാനന്ദൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാവരും ബുദ്ധനെക്കുറിച്ച് അതേ പറയാനുള്ളൂ. അപ്പോൾ അത് വെറുതെ പറയുന്നതല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൽ അത് ജീവിച്ച് അത് അനുഭവത്തിലൂടെ വരുമ്പോഴാണ് അത് എല്ലാവരിലും വ്യാപിക്കുന്നത്, എല്ലാവരുടെ ഹൃദയത്തിലും അത് തോന്നുന്നത്. ബുദ്ധനതാ പറഞ്ഞു, യുദ്ധം ചെയ്യുന്നത് ആയുധം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ കരുണ കൊണ്ട് നിങ്ങൾ കുരുക്ഷേത്ര ഭൂമിയിലൂടെ ബുദ്ധൻ നടന്നു പോകുന്നു. ഇത്രയും കുരുതി കൊടുക്കേണ്ടി വന്നോ, തെറ്റല്ല, ഇത്രയും ഇതിനാണോ ധർമ്മം സ്ഥാപിക്കാൻ ഇങ്ങനെ ചെയ്യണോ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാകുന്ന ധർമ്മം എന്ന് പറയുന്നത് രാജധർമ്മം എന്നൊരു സംഭവം ഉണ്ടല്ലോ. അവിടെ നമ്മൾ ഒരാൾ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മളിവിടെ ആ ഒരു ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് രാജധർമ്മമെന്നും യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഇവിടെ അത് ധർമ്മത്തിൽ നിന്നിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. അപ്പോൾ ആ ധർമ്മം അത് ബുദ്ധന് മാത്രമേ അതിനെ വിധിച്ചിട്ടുള്ളൂ എന്ന് പറയാം. എനിക്കറിയില്ല അത്. അപ്പോൾ ഈ ബുദ്ധൻ്റെ കൂടുതലായിട്ട് ആകർഷിച്ച 1-2 കാര്യങ്ങളാണ്. അവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ ബുദ്ധൻ പറയുന്നുണ്ട്, എന്നെ കുരുതി കൊടുക്കണോ ധർമ്മം സ്ഥാപിക്കാനെന്ന്. സത്യത്തിൽ അത് ബുദ്ധൻ്റെ കാഴ്ചപ്പാടിൽ കറക്റ്റാണ്. ഇങ്ങനെ സ്ഥാപിക്കണം. കള്ളനായ അങ്കുലിമാലയെ പോലും ബുദ്ധഭിക്ഷുവാക്കിയ ആളാണ് ബുദ്ധൻ. അത് ബുദ്ധന് കഴിയും, പക്ഷെ എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. പക്ഷെ അവിടെ രാജധർമ്മം ഒരു പക്ഷേ അവർ പാലിച്ചിട്ടുണ്ടാവാം. തനിക്ക് ഓപ്പോസിറ്റായി വരുന്ന ആളുകളെ അധർമ്മത്തിൻ്റെ രീതിയിൽ കണ്ടുകൊണ്ട് ഹനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത് രണ്ടും 2 കൺസെപ്റ്റാണ്. ഇത് 1-2 അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് ബുദ്ധനോടുള്ളൊരു. നമ്മുടെ ഈ അഷ്ടാംഗ മാർഗത്തിൽ ലാസ്റ്റ് വരുന്നൊരു 3 പോയിന്റ് ധാരണ, ധ്യാനം, സമാധി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ധ്യാനം എന്നുള്ളൊരു പദ്ധതി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ബുദ്ധൻ എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ബുദ്ധൻ പറഞ്ഞതെല്ലാം നമ്മളെ തന്നെ തിരിച്ചറിയുക, ആ ധ്യാനാവസ്ഥയിലോട്ട് മാറുക, അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ പ്രചാരണമാണ് ചെയ്തത്. എന്നാൽ പൊതുവെ ഇതെല്ലാം ആണെങ്കിലും ഈ ധ്യാനാവസ്ഥയിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ആ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുള്ളൂ എന്നെല്ലാം അറിയാമെന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ബുദ്ധനെ ഒരു നിരീശ്വരവാദിയായിട്ട് മുദ്ര കുത്തുന്നത്? അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാനിത് മുൻപ് പറഞ്ഞല്ലോ, ആളുകൾ മുഴുവനും ഈ ദൈവസങ്കല്പത്തിൽ, അതാണ് അത് സങ്കല്പം, ദൈവസങ്കല്പം. ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ഞങ്ങൾ എത്തിക്കാം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മധ്യവർത്തികളായി കുറേ ആളുകൾ ഉണ്ട്. അപ്പോൾ അവർ ഇത് പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇന്നതിലേക്ക് എത്തിക്കാം. അപ്പോൾ ബുദ്ധനോട് ഇതുപോലെ ആളുകൾ ചോദിക്കും, നിങ്ങൾ നിരീശ്വരവാദിയാണോ, നിങ്ങൾ ദൈവവിശ്വാസി അല്ലല്ലോ എന്ന്. അപ്പോൾ ബുദ്ധൻ പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവമല്ല ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് സങ്കല്പത്തിൽ ജടാധാരിയായിട്ട് ശിവനെ കഴുത്തിൽ മറ്റേ പാമ്പൊക്കെ ആയിട്ട് ധരിച്ചിരിക്കുന്ന ആ സങ്കല്പ രൂപത്തിനെയാണ് നിങ്ങൾ ദൈവമായി കൽപ്പിക്കുന്നത്. ഞാനാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസി. പക്ഷെ ഞാൻ ഈ സത്യത്തിലുള്ള ജീവിതത്തിനെയാണ് ദൈവമെന്ന്, ഞാൻ സത്യവും ധർമ്മവും അധിഷ്ഠിതമായി താൻ ജീവിച്ചു മുന്നേറുമ്പോൾ അനുഭവിക്കേണ്ട ആ സവിശേഷതയാണ് ദൈവീയത്വം. അതിനെയാണ് ഞാൻ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഞാനാണ് യഥാർത്ഥ വിശ്വാസി, നിങ്ങളല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്, ഇപ്പോൾ നടൻ രീതിയിൽ പറയുമ്പോൾ നമ്മളെന്താ പറയുക, ശിവൻ, കൃഷ്ണൻ, രാമൻ, ഇങ്ങനെ ഓരോ വ്യക്തിത്വ ഒരു സങ്കല്പ ഇതിലാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിനെയാണ് ഞാൻ ദൈവമായി കണക്കാക്കുന്നത്. സത്യമാണ് ദൈവം, ധർമ്മമാണ് ദൈവം എന്ന് ബുദ്ധൻ അത് അത്രയും പറയുമ്പോൾ ഇതവർക്ക് ആവാഞ്ഞിട്ടാണോ അതോ മനസ്സിലായാൽ അത് പ്രശ്നമാകുമോ എന്ന് ധരിച്ചിട്ടാണോ എനിക്കറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ നൈമിഷികമായിട്ടുള്ള വിഷയങ്ങളിലാണല്ലോ മനുഷ്യൻ
എന്തെങ്കിലും തൊഴിൽ നിൽക്കണം, ജീവിക്കണം, അപ്പോൾ സുഖ സൗകര്യങ്ങൾ ജീവിക്കണം, അത് ഇവർക്ക് തടസ്സപ്പെടാനുള്ള സാധ്യത ഈ സാധനത്തിലുണ്ട്. കാരണം ഇത് പറഞ്ഞ് നിൽക്കേണ്ടതല്ല, ഇത് ജീവിക്കേണ്ടതാണ്. ഇത് ഓരോരുത്തരും ഈ സത്യം മനസ്സിലാക്കിയാൽ ഇവിടെ വിഷയം മറ്റേതൊരു കാര്യങ്ങൾക്ക് ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ അതവരുടെ കുറ്റമല്ല, അത് അവർ വളർന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ നമ്മൾ അവരെയും ദയോടെ തന്നെ കാണണം, കാരണം അവരും വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ LKG കുട്ടികൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് വരുമ്പോൾ അവർ വിവരമില്ല എന്ന് പറയാൻ പറ്റും, അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഇവർക്കിത് സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ 99.9% ആളുകളും ഈ പറഞ്ഞ നൈമിഷികമായിട്ടുള്ള സുഖഭോഗങ്ങളിലൂടെ എല്ലാം ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളായതുകൊണ്ടാണ് സത്യത്തിൽ ഇത് മനസ്സിലാക്കാത്തതും. അതാണ് ബുദ്ധനെ നിരീശ്വരവാദിയായിട്ട് ചിത്രീകരിച്ചത്. ബുദ്ധൻ ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഞാൻ ദൈവത്തെ കാണുന്നതെന്ന് പറഞ്ഞ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് ആളുകൾക്കില്ലാതെ പോയി. അതുകൊണ്ടാണ് സത്യത്തിൽ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞത്. നിരീശ്വരവാദമല്ല, ബുദ്ധനാണ് ശരിക്കും ഈശ്വരവാദി എന്നാണ് ഞാൻ എന്നെ പറയണത്. അദ്ദേഹമാണ് ദൈവത്തെ കണ്ട ആളെന്നേ ഞാൻ പറയുള്ളൂ. അദ്ദേഹം ദൈവത്തെ കാണുന്നത് ഈ സങ്കല്പത്തിൻ്റെ ദർശനത്തിലൂടെയല്ല, അത് അദ്ദേഹം നിരന്തര ലൈഫിലൂടെ ബോധത്തോടുള്ള കർമ്മം ചെയ്യ നീ ദൈവത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. നടക്കുന്നതും ഓടുന്നതും താൻ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം തന്നെ ഹിതമനുസരിച്ച് ആ ബോധത്തോടു കൂടെ ചെയ്യാൻ നീ പ്രാപ്തനാകുമ്പോൾ നീ ദൈവപുത്രനാവും, ശരിക്കും ദൈവത്തിന് തുല്യമാകുന്നു എന്നുള്ളതാണ്. മറ്റത് നൈമിഷികമായിട്ടുള്ള വിഷയങ്ങളിൽ അവന് ഒന്നും മനസ്സിലാക്കി ഇതാണ് പുണ്യം, ഇതാണ് ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ശരിയായിട്ടുള്ള കരുണ, ദയ, സ്നേഹം, ഭക്തി ഈ രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്നില്ല. ഞാൻ അതിനെയാണ് പുണ്യമെന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ കാണുന്ന ബാഹ്യമായിട്ടുള്ള ആർഭാടങ്ങളും ഇതല്ല പുണ്യമെന്ന് പറയുന്നത്. അത് വീണ്ടും നമ്മളെ നയിപ്പിക്കും ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ വീണ്ടും ഇവൻ ഇതിലൂടെ യാത്ര ചെയ്തേ മതിയാവുള്ളൂ. പക്ഷെ അതുകൊണ്ടാണ് ബുദ്ധനെ മനസ്സിലാക്കാൻ സത്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയും. മനസ്സിലായിട്ടും ബുദ്ധിയുള്ളവർ മനസ്സിലായാലും മനസ്സിലാകാത്ത പോലെ നടന്നിട്ടുണ്ടോ അതറിയില്ല. പക്ഷെ അത് ഇന്നിപ്പോൾ എല്ലാ ഭാഗങ്ങളിലും അവരുടെ ജീവിത മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമാകും. പിന്നെ ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആളുകളും ഉണ്ടായില്ല പറഞ്ഞല്ലോ. പ്രതിമാപൂജ, ജപസ്തോത്രാണി, മധ്യമ അതുവരെ ഓക്കെ. ദെൻ മനനം ചെയ്യണം, നിങ്ങൾ തന്നെ ഈശ്വരനെ കാണണമെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൽ അനുഭവസ്ഥന്മാരായ ആചാര്യന്മാരുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ LKG പഠിച്ചു 5ാം ക്ലാസ് വരെ, പിന്നെ അവിടെ നിന്ന് പഠിപ്പിക്കാൻ ആളില്ലെങ്കിലും ഇവരിവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ആദ്യം ക്ഷേത്രാരാധനകൾക്ക് നിറയെ ആളുകൾ തിരക്കുണ്ട്, ദെൻ നാമവും സ്തോത്രമൊക്കെ ജപിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള പഠിപ്പിക്കാനുള്ള ഗുരുക്കന്മാരുടെ കുറവ് അതിവിടെ വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ അഥവാ ആയാൽ തന്നെ അത് ഒരു വേറൊരു രീതിയിലേക്കാണ് മാറി. ഈ പറഞ്ഞ പോലെ എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വർഗപ്രാപ്തി. അപ്പോൾ ഇതൊന്നും സത്യമല്ല. എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്വർഗപ്രാപ്തി, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നീ നിന്നിൽ തന്നെ ഈശ്വരനെ കാണാൻ, അതാണ് ആത്മദീപാഹ ആത്മശരണാഹ അനന്യശരണാഹ എന്ന് ബുദ്ധൻ പറഞ്ഞത്. ബുദ്ധൻ എന്തുദ്ദേശിച്ച് പറഞ്ഞു എന്ന് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അറിയാം. നിങ്ങൾ ദീർഘമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിപ്പിക്കാത്ത ആചാര്യന്മാരുടെ കാൽക്കൽ പോയി വീണാൽ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കേണ്ടത്, നിങ്ങൾ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അപ്പോൾ ഇതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല, കാരണം മുഴുവൻ ആളുകളും അത്തരത്തിലേക്ക് നയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയും കുറ്റം പറയല്ല, അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആചാര്യന്മാരും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം സ്വാതന്ത്ര്യത്തിലേക്ക് നയിപ്പിക്കണം ആചാര്യന്മാർ ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതേമാതിരി ജീവഹിംസയെക്കുറിച്ച് വളരെയധികം കാര്യമായി പറയണം. ഇന്ന് പ്രധാനമായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ജീവഹിംസയെക്കുറിച്ച് അടിസ്ഥാനമായിട്ട് പറയണം. ഇന്നിപ്പോൾ ആർക്കാണ് ഈ പ്രപഞ്ചത്തിൽ സകല ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മളെങ്ങനെയാണ് കുറേ ജീവജാലങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് അധികാരം? അങ്ങനെയൊക്കെ അപ്പോൾ അത് ബുദ്ധൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ അതിലും ഇന്ന് ബുദ്ധിസം അതാണ് പിൻതലമുറക്കാർ വരുമ്പോഴേക്കും അതിൽ കുറേ മായം ചേർക്കുന്നു. ബുദ്ധനെന്ന് പറഞ്ഞു ഓരോ വീട്ടിലേക്ക് ഞാൻ ഭിക്ഷുക്കൾ ഇത് ഭിക്ഷക്കായിട്ട് പോകും. അപ്പോൾ അവിടെ എന്താണോ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത് കഴിച്ചോളൂ. അത് നോൺ വെജ് ആണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ അതിൽ ഇൻറ്റൻഷൻ ഇല്ല. നിങ്ങളുടെ ബുദ്ധൻ്റെ ശിഷ്യ നാളെ ഇവിടെ ഭിക്ഷയ്ക്ക് വരും, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് എന്നൊരു ഇതില്ല, അവിടെ ഉള്ളതിനെ തരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് കഴിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ബുദ്ധിസം, ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കേണ്ട, എല്ലാറ്റിലും ഈ കുഴപ്പം വന്നിട്ടുണ്ട്. നോൺ വെജ്
കഴിക്കുന്ന ഒരുപാട് മൊണാസ്ട്രികൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം വേദനിക്കുന്നു മാത്രം. കാരണം ഒന്നാമത്തെ കൊല്ലരുതെന്നാണ്. പക്ഷേ ഇന്ന് കാലത്ത് എല്ലാ സൗകര്യങ്ങളും എടുത്ത് മാറ്റിക്കൂടായിരുന്നു എന്ന് തോന്നുക. അത് എൻ്റെ കാഴ്ചപ്പാടാട്ടോ. മാറ്റാമല്ലോ പക്ഷെ അതിൽ ഇൻറ്റൻഷൻ നമ്മൾ നാളെ എത്ര പേർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാലോ, അത് വേണ്ട, ഇന്നത് വേണ്ട, ഇന്നത് എന്ന് പറയാം. പക്ഷെ അപ്പോൾ അതാണ് സമ്പ്രദായത്തിൽ വരുമ്പോൾ വീണ്ടും മായം ചേർക്കപ്പെടുന്നു. അപ്പോൾ എല്ലാറ്റിലും യഥാർത്ഥ പിൻഗാമികൾ, അതിൽ യഥാർത്ഥ ഗുരുക്കന്മാർ പറഞ്ഞത് പിൻഗാമികൾ പിന്തുടർന്ന് വരുന്ന സമയത്ത് അതിൽ മായം ചേർന്നിട്ടുണ്ട്. പക്ഷെ അതാണ് ഇന്ന് സമൂഹ ജനത കാണുന്നത്. അപ്പോൾ അവർ കൽപ്പിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ എന്താ ആത്മീയതയിലൂടെയുള്ള വിശ്വാസം പോലും കുറവ് എന്നൊക്കെ കാര്യം അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊരു സാഹചര്യം വരട്ടെ, എല്ലാവരെയും പതുക്കെ ഈ ധ്യാന മാർഗത്തിലേക്ക് നയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രമണ മഹർഷിയെ പോലുള്ള മഹാഗുരുക്കന്മാരും ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ഗുരുക്കന്മാരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധൻ്റെ പറഞ്ഞ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മഹാത്മാക്കളാണ്. അവരുടെ കൃതികളിലൂടെ എല്ലാം അവർ പറയാൻ ഉദ്ദേശിച്ചത് ഈ തത്വത്തെയാണ്, അവനവനെ തിരിച്ചറിയുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴ് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇവരെല്ലാം വ്യക്തി രൂപത്തിൽ ഇങ്ങനെ മാത്രം കണ്ടിട്ട് ആ തത്വങ്ങളെ ഉൾക്കൊള്ളാതെ പിന്തുടരുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതാണ് പ്രായോഗികത. പ്രമാണങ്ങൾ പറയുന്ന പോലെ അല്ലല്ലോ പ്രായോഗികത. അതിനാണ് പറയുന്നത്, വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നിന്നിൽ ഊർജം വരും. ആ ഊർജം കൊണ്ട് എനിക്ക് വലിയ വലിയ കാര്യം ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, ചെറിയ കാര്യം പോലും പ്രാവർത്തികമാക്കാൻ പറ്റാതെ വരികയും ഇന്നത്തെ എല്ലാവർക്കും ഗുരുക്കന്മാർക്ക് പോലും സംഭവിച്ചു പോകുന്നത്. കാരണം ഈ പറഞ്ഞ നൈമിഷികമായിട്ടുള്ള വിഷയങ്ങളിലേക്കുള്ള അവൻ്റെ ആസക്തി നമ്മൾ വലിയൊരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഗുരുക്കന്മാരിൽ പോലും സംഭവിക്കുന്നു. കുറ്റം പറയല്ല, എന്താ പറയുക, കാലം അങ്ങനെ ആയിപ്പോയി. അവർക്ക് പോലും അത് പറ്റാത്ത സാഹചര്യങ്ങൾ ഇന്ന് കണ്ടുവരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. നമ്മൾ ആരെയും വിമർശിക്കുകയൊന്നുമല്ല. കാലം അത് കുറച്ചുകൂടെ എല്ലാവരെയും അതിന് പ്രാപ്തരാക്കി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയല്ലേ പറ്റുള്ളൂ. ജി തപോവരിഷ്ഠാശ്രമത്തിലെ മഠാധിപതി തഥാധൻ സ്വാമിയാണ്. സ്വാമികളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹം ഈ സമൂഹത്തിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു ആത്മീയ പ്രചോദനം അദ്ദേഹത്തിനുണ്ടാവുന്നു. അപ്പോൾ അദ്ദേഹം ഒരു 15, 16 ഇങ്ങനെയൊക്കെ വയസ്സാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് യോഗ സാധനങ്ങൾ ചെയ്യാനും അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഇവിടെ തൊട്ടടുത്തൊരു ഗുരു ഉണ്ടായിരുന്നു, കൃഷ്ണപ്പൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ദീക്ഷ സ്വീകരിച്ചത്. ഈ പ്രാണായാമ ദീക്ഷ സ്വീകരിക്കുന്നു, അത് കുറച്ചു കാലം അഭ്യസിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഭഗവാൻ സത്യസായി ഭാവയെ പോയി നേരിൽ കാണുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൂടുതലായിട്ട് അലയണ്ട, നിങ്ങൾ ജനിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ഏകാന്തമായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്, അവിടെ വീണ്ടും അദ്ദേഹം കൂടുതൽ കാലമായിട്ട് ഇതിനു വേണ്ടിയുള്ള തപസ് അനുഷ്ഠിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം പതുക്കെ രൂപപ്പെടുന്നത്. ഒരു 75 ഒരു 80 1980, 81 കാലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ആളുകൾ ഇതിൽ വരികയും ആ സമയത്ത് കുറേ ഇതിൽ ജീവിതം തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് കുറേ ചെറുപ്പക്കാർ ഇതിനു വേണ്ടി തയ്യാറാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദർശ രൂപീകരണം, ഈ പറഞ്ഞ പോലെ ഭക്തിമാർഗം, അന്ന് നവരാത്രി സമയത്ത് നമ്മൾ അമ്മയെ പൂജിക്കും, കീർത്തിക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ ഒരുപാട് നടന്നിരുന്നു. അതിനുശേഷം ഇത് കുറേ ജീവിതം പോലും ഇതിനു വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള കുറേ ആളുകൾ അന്ന് ഇതിനു വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സന്യാസ സമ്പ്രദായം തന്നെ ഇവിടെ നിന്നുണ്ടാവും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അപ്പോഴും ഞാൻ ആ കൂടെ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു ആദർശം വേണ്ടതായിരുന്നു. ആ ഒരു വിഷമം എനിക്കുണ്ട്. അങ്ങനെ ഒരു ആദർശം പറഞ്ഞല്ലേ, പഞ്ചശീലം, ദശശീലം, നിയമങ്ങൾ, ഇങ്ങനെ ഏതും ആ നിയമത്തിൻ്റെ രീതിയിൽ മാത്രം പോയാൽ മാത്രമേ അതിനൊരു പവിത്രതയും ഇതുണ്ടാവുള്ളൂ. പക്ഷെ അന്ന് നമുക്കതിനുള്ളൊരു എന്താ പറയുക, അത്തരത്തിൽ കൊണ്ടുപോകാനുള്ള പ്രാപ്തരായിട്ടുള്ള ആളുകളില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. പക്ഷെ അന്ന് ഞാൻ കുട്ടിയായിരുന്നു, എനിക്കത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് എനിക്കറിയാം. സ്വാമിജിയോടൊക്കെ പറയും, പക്ഷെ അതിനിപ്പോൾ ഇവിടെ അതിനുള്ള ആളുകളില്ല എന്ന് പറയും. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം ഒരു ആദർശത്തിലുള്ള ജീവിത നിഷ്ഠയോടുകൂടി ജീവിച്ച് ഒരു സന്യാസി എന്തായിരിക്കണം. ഈ സന്യാസി സത്യത്തിൽ അവൻ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒന്നിലും ദുഃഖത്തിൽ ദുഃഖിക്കാതിരിക്കും, സന്തോഷത്തിൽ സന്തോഷിക്കാതിരിക്കും, സമഭാവനയോടുകൂടി എല്ലാറ്റിനെയും നോക്കിക്കാണാനുള്ളൊരു മാനസികാവസ്ഥ. ഈ താമരയിലയിൽ തണ്ണീർ പോൽ
ഈ ഒരു കൺസെപ്റ്റാണ് ശരിക്കും സന്യാസി ആയിത്തീരേണ്ടത്. അപ്പം അതുപോലെ തന്നെ വിശ്വപ്രേമം, നമ്മൾ രാഷ്ട്രത്തെ കുടുംബത്തെക്കാണ് വിശ്വത്തെ സകല ജീവജാലങ്ങളോടും കരുണ. ആ സമയത്ത് നമ്മൾ ബുദ്ധനെക്കുറിച്ചിട്ട് ചിന്തിക്കാണ്ട് ബുദ്ധനെക്കുറിച്ച് ഒരു കഥ പോലെ അന്ന് കേട്ടിരുന്നുള്ളൂ. ബുദ്ധൻ്റെ പുസ്തകങ്ങൾ വായിക്കാനൊന്നും എനിക്ക് സാധ്യത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ബുദ്ധൻ്റെ കുറച്ചുകൂടെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു സന്യാസ സമ്പ്രദായം ഇവിടെ ഉണ്ടാവുന്നു. അതിനു മുൻപ് നമ്മളിപ്പോൾ ശക്തിപീഠം നിലനിൽക്കുന്ന സ്ഥലത്ത് 1998 ധർമ്മസൂയ മഹായാഗം എന്നൊരു പേരിലൊരു യാഗം ഇവിടെ നടത്തുന്നുണ്ട്, ഈ ശക്തിപീഠം നിൽക്കുന്ന സ്ഥലത്ത്. പിന്നെ 2002 ധർമ്മസൂയ മഹായാഗം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൺസെപ്റ്റ് ഇത് തന്നെയാണ്, ധർമ്മം നാട്ടിൽ വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല രീതിയിലുള്ള സമ്പ്രദായങ്ങളനുസരിച്ചുള്ള യാജ്ഞങ്ങളും യാഗങ്ങളും നടത്തിയിട്ടുണ്ട്. 2009 പാലക്കാട് ധർമ്മസൂയ മഹായാഗം മൂന്നാമത് ചെയ്തിട്ടുണ്ട്, 2014 ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3-4 യാഗങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയാദർശങ്ങളെല്ലാം ഇതാണ് ഇവിടുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കെല്ലാം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്നും വിഷമമുണ്ട് അതിലൊരു വിഷയത്തിൽ. അത് കുറച്ചുകൂടെ വിവേകാനന്ദ പറഞ്ഞല്ലോ, ഉറച്ച ശരീരവും സ്ഥിരോത്സാഹികളുമായിട്ടുള്ള 100 യുവാക്കളെ അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ഭാരതത്തെ മാറ്റിമറിക്കുമായിരുന്നു എന്ന് അന്ന് വിവേകാനന്ദൻ പറഞ്ഞു. അതുപോലുള്ള ആളുകൾ ഇപ്രാവശ്യം അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലൊരു വിഷമവും നമുക്കുണ്ട്. അതുപോലുള്ള ആളുകളാണ് അങ്ങനത്തെ ഒരു ആദർശ രൂപീകരണത്തോടു കൂടി ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു പ്രസ്ഥാനമായി ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും നമുക്ക് സാധിക്കും, കുഴപ്പമില്ല. ഈ ഒരു കൺസെപ്റ്റ് ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ 2014 അവിടെ ഒരു യജ്ഞം നടത്തി. അതിനുശേഷം നമ്മൾ ഈ വേദം ജനങ്ങളിലേക്ക് ഒരു കൺസെപ്റ്റ്, എല്ലാവർക്കും മന്ത്രം ജപിക്കാം. പണ്ട് വേദങ്ങൾ ഇന്ന ജാതികൾക്ക് പറ്റുള്ളൂ എന്നുള്ള സമ്പ്രദായം. അപ്പോൾ അതൊക്കെ മാറ്റി വേദം ജനങ്ങളിലേക്ക് എന്നൊരു കൺസെപ്റ്റ് ആ ധർമ്മസൂയ മഹായാഗത്തിൽ പ്രഖ്യാപിക്കുകയും ഈ ഗ്രാമങ്ങൾ തോറും ഗായത്രി ജപിക്കാനും അതിൻ്റെ ധ്യാനം രീതിയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് കുറേ ആളുകൾ നമുക്ക് ഈ പാലക്കാട് ജില്ലയിലും കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളിൽ ഒരുപാട് പേര് അതിൻ്റെ അടിസ്ഥാനം 2018 ഒരു ഗായത്രി യജ്ഞം ഇവിടെ നടത്തി. നമ്മൾ 5000 പേരെ ഇരുത്തിക്കൊണ്ട് 108 കുണ്ടങ്ങളിൽ ഒരേ സമയത്ത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞ വിധിയും ഇവിടെ അനുഷ്ഠിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് ഇതിനോട്, കാരണം വേദം ഇന്ന ജാതികൾക്ക് മാത്രമേ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പല സമ്പ്രദായങ്ങളും പണ്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം. കാരണം ബുദ്ധൻ്റെ ആശയം ജാതി മതങ്ങൾക്ക് അതീതമാണ്. കാരണം ഒരു സത്യത്തെ കണ്ടെത്താൻ ഈ ലോകത്ത് ജനിച്ച ഏവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഏത് ജാതിയിൽപ്പെട്ടോ വർണ്ണമോ ലിംഗമോ ഒന്നും അതിന് വിഷയമല്ല. അത് ആർക്ക് വേണമെങ്കിലും അത് ആരുടെയും കുത്തകയുമല്ല. ആത്മസാക്ഷാത്കാരം പോലും ആരുടെയും കുത്തകയല്ല എന്ന് ബുദ്ധൻ വളരെ പറഞ്ഞു. ഞാനത് പരിശ്രമിച്ച് നേടി ഞാൻ ബുദ്ധ അവസ്ഥ നിങ്ങൾക്ക് നേടാം, അല്ലാതെ നിങ്ങൾ എൻ്റെ ഭൗതിക ശരീരത്തിൽ കൊണ്ട് ആത്മസമർപ്പണമൊന്നും ചെയ്യേണ്ട, എൻ്റെ മാർഗത്തിൽ നിങ്ങൾ പിന്തുടരും. അപ്പോഴും അതാണ് ബുദ്ധൻ്റെ പ്രത്യേകത ഞാൻ എല്ലാറ്റിലും കാണുന്നത്. താൻ ഗുരുവായി മാത്രം നിൽക്കാൻ ആഗ്രഹിച്ചില്ല. തൻ്റെ മാർഗം എന്ന് പോലില്ല. നിങ്ങളും ഏതൊരു മാർഗം നീ സ്വീകരിച്ചോളൂ, പക്ഷെ അപ്പോഴും അതിൽ നീ ഈ പറയുന്ന ഇങ്ങനെ ഈ ലക്ഷ്യമുണ്ടല്ലോ, കരുണ, സ്നേഹം, ഭക്തി, എല്ലാ ജീവജാലങ്ങളും അത് എനിക്ക് വരുന്നുണ്ട്. നീ ഏത് സമ്പ്രദായത്തിലും വെക്കോ, നോ പ്രോബ്ലം. അത് ഈ സ്വതന്ത്രമായി പറയുക എന്ന് പറഞ്ഞാൽ അതൊരു യഥാർത്ഥ ഒരു ലക്ഷ്യം കണ്ടെത്തുന്ന ആ ഒരു വ്യക്തിക്ക് അത് കഴിയുള്ളൂ. ഇതൊക്കെയാണ്. അങ്ങനെ 2018 അങ്ങനെ ഒരു യജ്ഞം ഇവിടെ നടത്തുകയുണ്ടായി. അപ്പോൾ വളരെയധികം വിശിഷ്ടമായ സ്ഥലം തന്നെയാണ്. അതാണ് ഈ അറ്റ്മോസ്ഫിയർ എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ കാണാൻ കഴിഞ്ഞത്. ധർമ്മപീഠം 1991 ഞങ്ങൾ ഇവിടെ ധർമ്മപീഠം 1997 എൻ്റെ വിചാരം. 97 നമ്മളവിടെ 91-ലോ 92-ലോ സ്ഥലം കാണുകയും പിന്നെ അവിടെ ഒരു ധർമ്മപീഠം എന്നൊരു സ്ഥാപനം ഉണ്ടാക്കാമെന്ന് സ്വാമിജി കൽപ്പിക്കുകയും മൂകാംബികയിൽ അങ്ങനെ 1997 അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങി. 2006 അവിടുത്തെ ഈ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുന്നത്, ധർമ്മപീഠം സങ്കല്പം. അതും സ്വാമിജി ഇതേ തന്നെയാണ്. ലോകം മുഴുവൻ ഈ ധർമ്മത്തിൻ്റെ സന്ദേശം എത്തട്ടെ. അതും ഇതുപോലെ ധ്യാനക്ഷേത്രം തന്നെയാണ്. ധ്യാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ 2006 അവിടെ ഈ ഒരു പ്രതിഷ്ഠാകർമ്മം നടക്കുന്നു. 2011 നമ്മളിത് ലോകത്തിലേക്ക് വേണ്ടി തുറന്നു കൊടുക്കും. 2011 വലിയൊരു ഇത് വെച്ചിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാരതം ഒട്ടേറെ മഹാത്മാക്കളുടെ ജന്മഭൂമിയാണ്.
അങ്ങനെയുള്ള മഹാത്മാക്കളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മഹാത്മാവാണ് ശ്രീ ബുദ്ധൻ. ബുദ്ധൻ എന്നത് ബോധോദയം പ്രാപിച്ചവൻ എന്നുള്ള അർത്ഥമാണ്. ബോധോദയം പ്രാപിച്ച ആരെയും നമുക്ക് ബുദ്ധൻ എന്ന് വിളിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ബോധപ്രാപ്തി നേടിയ ഒരു മഹാത്മാവിൻ്റെ ജീവിതം ആ ബോധത്തിലൂന്നിയുള്ള ജീവിതമായിരിക്കും, ഈ നിമിഷത്തിലുള്ള ജീവിതമായിരിക്കും, ബോധത്തെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതമായിരിക്കും. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് സമൂഹത്തിൽ പകർന്ന് നൽകാൻ സാധിക്കുന്നത് കരുണയും ദയയും ആത്മവിശ്വാസവും ഇതെല്ലാമാണ് ഗുരുവിനിലേക്ക് തന്നോടൊപ്പം ഉള്ളവർക്കും സമൂഹത്തിനും പകർന്നു നൽകാൻ സാധിക്കുന്നത്. അങ്ങനെ പകർന്നു നൽകുന്ന ആ തത്വങ്ങൾ, ആ ഭാവങ്ങൾ സ്വീകരിക്കുന്നവരോ ആ ബോധോദയത്തിലേക്ക് സഞ്ചരിക്കുന്നവരുമായിരിക്കും. ഭാരതം അന്വേഷകരുടെ നാടാണ്. വിശ്വാസമല്ല ഭാരതത്തിൻ്റെ അടിസ്ഥാനം, അന്വേഷണമാണ്. അന്വേഷണത്തിലൂടെ സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ ബോധപ്രാപ്തി നേടുക എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൽ ജനിച്ച ഓരോ ഗുരുക്കന്മാരും നമുക്ക് വഴികാട്ടി തന്നിട്ടുള്ളത്. ശ്രീബുദ്ധനെ തൻ്റെ ഗുരുവായി, തൻ്റെ തത്വമായി, തൻ്റെ എല്ലാമായി സ്വീകരിച്ച് ആ ആശയത്തെ പിന്തുടർന്ന് അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു മഹാത്മാവാണ് തഥാഗത മൈത്രേയജി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട്, വളരെ കുട്ടിക്കാലം മുതൽക്കേ തഥാഗത ആശ്രമത്തിൽ, ഈ വരിഷ്ഠാശ്രമത്തിൽ വന്ന് തൻ്റെ ഗുരുവിന് സേവ ചെയ്ത് മുന്നോട്ട് ജീവിച്ചു തുടങ്ങിയ യാത്രയാണ്. അതിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഒരു നിയോഗം പോലെ തൻ്റെ ഉള്ളിൽ ആ അന്വേഷണം, പൂർവ്വജന്മ സുഹൃതം പോലെ ആ അന്വേഷണത്തിലേക്ക് എത്തിപ്പെടുകയും ശ്രീബുദ്ധൻ്റെ ആ ആധ്യാത്മിക തത്വങ്ങൾ സ്വീകരിക്കാൻ ഇടയാവുകയും അത് ഇൻഫ്ലുവൻസ് ചെയ്ത് അതിനെ സ്വീകരിച്ച് എൻ്റെ ജീവിത ലക്ഷ്യവും ആ ബോധോദയത്തിലേക്കുള്ള യാത്ര തന്നെയാണ്, ആ ബോധോദയം തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് ഉറപ്പിച്ച് ജീവിക്കുന്ന ഒരു മഹാത്മാവാണെന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തെ നമുക്ക് ഈ സത്സംഗത്തിന് ലഭിച്ചത് നമ്മുടെ പുണ്യമാണ്. അദ്ദേഹത്തിന് കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മൾ സാധകരോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും ഇത് തന്നെയാണ്. മനുഷ്യപുത്രനായി ജനിച്ച് ദൈവപുത്രനായി മാറിയ ഭഗവാൻ ശ്രീ ബുദ്ധനെ നമ്മൾ ജീവിതത്തിൽ, അതുപോലെ അവിടെയൊന്നും എത്തിയില്ലെങ്കിലും ആ പാത നമ്മളെല്ലാവരും പിന്തുടരണം. അത് വിശ്വാസമല്ല വേണ്ടത്, അന്വേഷണമാണ്. ആ ഒരു കൺസെപ്റ്റും വളരെ, ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനസ്സിലാക്കി ഓരോരുത്തരിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ വിശ്വാസമല്ല വേണ്ടത്, അന്വേഷണമാണ്. അപ്പോൾ എല്ലാവരും ഈയൊരു സമൂഹത്തിലെല്ലാ ജനങ്ങളിലും ഈയൊരു സന്ദേശം എത്തിക്കുകയും അവരെ ഈ അന്വേഷിക്കുകയും ആ മാർഗത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്തുകൊണ്ട് അവർ എന്തുദ്ദേശത്തോടെയാണോ ലോകത്ത് ജനിച്ചിട്ടുള്ളത് ആ ഉദ്ദേശം പ്രാപ്തമാവട്ടെ. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.